അതേപോലെ AGV ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ് അവൈലബിൾ ആണ് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫാക്ടറീസിലൊക്കെ. അതേപോലെ ഫോർക്ക് ലിഫ്റ്റ് ഈ ഓട്ടോയില് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. ടൂ വീലറുകളിൽ ലിഥിയം ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. അതർ അപ്ലിക്കേഷൻസ് വരുന്നത് സോളാർ. നമ്മളിപ്പോൾ സോളാർ ഇൻവേർട്ടേഴ്സിൽ യൂസ് ചെയ്യാം. സോളാർ സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സോളാർ ഇൻവേർട്ടറിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഫ്യൂംസിന്റെ ട്യൂബുലർ ബാറ്ററിയുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫ്യൂംസ് ഏരിയ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു. അതേപോലെ മെയിൻ്റനൻസ് വേണം, ബാറ്ററിയിൽ നമുക്ക് വെള്ളം ഒഴിക്കണം, വാട്ടർ, ഇതൊന്നും ആവശ്യമില്ല. സോ ലിഥിയം ബാറ്ററി പാക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എയർ കണ്ടീഷൻഡ് ഹോംസിലൊക്കെ സോളീസ് എന്നുള്ള നമ്മുടെ ഒരു മോഡൽ തന്നെയുണ്ട്. അതേപോലെ കോമ്പാക്റ്റ് ആയിരിക്കും. ഇൻവെർട്ടറിന്റെ അതേ ഷേപ്പിൽ സ്റ്റാക്കബിൾ ആയിട്ടുള്ള ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. LFP ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്, ടൂ വീലർ, ത്രീ വീലർ ഓരോ സീരീസ് ആണ്. അപ്പോൾ സോ 48 വോൾട്ടിന്റെ 15 AH കപ്പാസിറ്റിയാണ് സാധാരണ ടൂ വീലറിന് ഉപയോഗിക്കുന്നത്. 20 വോൾട്ടിലും അവൈലബിൾ ആണ്. അതേപോലെ 60 വോൾട്ട്. ദിസ് ഇസ് ടു ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. മറ്റുള്ള ആപ്ലിക്കേഷൻ UPS ആപ്ലിക്കേഷനിലേക്ക് വരാം. സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻ. സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോളാർ സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കാം, സോളാർ ഇൻവെർട്ടറിന് ഉപയോഗിക്കാം, UPS ഉപയോഗിക്കാം, ഡാറ്റാ സെന്ററുകളിൽ UPSന്റെ ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാം, റാക്ക് മൗണ്ടബിൾ ആയിട്ടുള്ള ബാറ്ററീസ് ചെയ്യാൻ പറ്റും. ടെലികോം, ഇൻഡസ്ട്രിയൽ പറയുകയാണെങ്കിൽ BPSCL പോലുള്ള പെട്രോൾ ബങ്ക്സിലൊക്കെ റാക്ക് മൗണ്ടബിൾ ആയിട്ടുള്ള ലിഥിയം ബാറ്ററീസ് മഹാരാഷ്ട്ര ആൻഡ് സെൻട്രൽ ഇന്ത്യയിൽ ഉള്ള BPCL പെട്രോൾ ബങ്ക്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഹൈക്കോൺ. പിന്നെ സോളി സീരീസ്, ഇത് സോളാർ സ്ട്രീറ്റ് ലൈറ്റിന് ഒരു ലെങ്തി പോളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു അലുമിനിയം എക്സ്ട്രൂഡഡ് മെറ്റീരിയലിനകത്ത് ബാറ്ററി പാക്ക് അസംബിൾ ചെയ്യണം. സോ ഇത് 12.8 വോൾട്ടിൽ, 24 വോൾട്ടിലും 48 വോൾട്ടിലൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മൾട്ടിപ്പിൾ ബാറ്ററി കൊടുക്കുന്നതിന് പകരം DC വോൾട്ടേജ് മാച്ച് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ ബാറ്ററി കൊടുക്കുന്നതിന് പകരം സിംഗിൾ ബാറ്ററി പാക്ക് ആയിട്ട് തന്നെ അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കമ്പാരിസണിലേക്ക് പോവാം. ഇതൊരു സേഫ് സീരീസ് എന്ന് പറയുന്ന UPS ഇൻവെർട്ടർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ബാറ്ററി പാക്ക് ആണ്. ഇത് ലുക്സ് ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് SMF, നമ്മുടെ സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയുടെ അതേ ഒരു കപ്പാസിറ്റിയും DC വോൾട്ടേജും വെച്ചിട്ടാണ് പോകുന്നത്. അത് പക്ഷേ 12 വോൾട്ടും 24 വോൾട്ടും 48 വോൾട്ട് വരെ ഒറ്റ ബാറ്ററി പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. 12 വോൾട്ട് 40 AH സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ഉപയോഗിക്കുന്ന പോലെ 12 വോൾട്ട് 60 AH, 12 വോൾട്ട് 80 AH, പിന്നെ വീണ്ടും 24 വോൾട്ട് 20 AH. അതായത് രണ്ട് 12 വോൾട്ടിന്റെ ബാറ്ററിക്ക് പകരം ഒരു 24 വോൾട്ടിന്റെ ബാറ്ററി വെച്ചാൽ മതി. ഇവിടെ രണ്ട് 48ന് പകരം ഒരു 24 വോൾട്ടിന്റെ 40 AH ബാറ്ററി വെക്കാം. ഇവിടെ 4 20 AH പകരം 48 വോൾട്ടിന്റെ 20 AH ഒരു ബാറ്ററി പാക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പെസിഫിക്കേഷൻസ് ആണ്. ഇതാണ് ഒരു ബാറ്ററിയുടെ ടോപ്പിൽ ഉണ്ടാവാം. ഇതിന് ഇൻഡിക്കേഷൻസ് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ബാറ്ററിയുടെ ചാർജ് ഫുൾ ആയോ എന്നുള്ളതും, എത്ര ശതമാനമാണ് ചാർജ്, 25% ഉണ്ടോ, ലെസ് ദാൻ 25% ആണോ ചാർജ് ഉള്ളത്, 100% ആയോ, 75%, ഇങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ചാർജ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോ ബാറ്ററിയിൽ നിന്നും വിസിബിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ബസർ ഇൻഡിക്കേഷൻ കൊടുക്കാം. സ്റ്റാറ്റസ് ലോ ബാറ്ററി ആയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് തന്നെ നമുക്കൊരു ബസർ ഇൻഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം BMS യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. BMSനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസ്. ഇത് റാക്കോ സീരീസ് എന്ന് പറയുന്നത് റാക്ക് മൗണ്ടബിൾ. ഇതിന്റെ അഡ്വാൻറ്റേജ്, ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നമുക്ക് ആവശ്യമുള്ള സൈസിലും ഷേപ്പിലും ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ഒരു റാക്ക് മൗണ്ടബിൾ ആപ്ലിക്കേഷൻ ആണ്, ഒരു സെർവർ റാക്കിനാണ് കൊടുക്കുന്നത്. നമ്മൾ ആ റാക്കിൽ തന്നെ ഇത് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സൈസിലേക്ക് ഉണ്ടാക്കിയെടുക്കും.
അതിന്റെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ആണ് ഡ്രോയിങ്സ്. This is Grando series. Again, rack mountable തന്നെയാണ്. കപ്പാസിറ്റി DC വോൾട്ടേജ് 110, 120, 220 വരെ DC കപ്പാസിറ്റി പോകും. 10 H മുതൽ 30 H വരെയുള്ള കപ്പാസിറ്റീസ് ആണ് H വരുന്നത്. ഇതാണ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം, BMS എന്ന് സാധാരണ വിളിക്കുന്നത്. ലിഥിയം ബാറ്ററിക്ക് BMS മസ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടു പ്രൊട്ടക്ട് സെൽസ്, ബാലൻസ് വോൾട്ടേജ് ഇൻ ഈച്ച് സെൽ സ്ട്രിംഗ്. ഓരോ സെല്ലിനെയും പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ഇത് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ നോർമലി സാർ പറഞ്ഞ പോലെ കെമിക്കൽ ആയിട്ടുള്ള ഒരു ബാറ്ററി അല്ല. സോ ഈച്ച് സെല്ലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അത് ബാലൻസ് ചെയ്യണം. അതേപോലെ പ്രൊട്ടക്ട് ഫ്രം UV, ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ്, ഓവർ ചാർജ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യണം. ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ട് ചെയ്യണം. You have communication with the connected vehicle controller. അപ്പോൾ നമുക്കൊരു BMS-ൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. RS485-ന്റെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിളിന്റെ ബാറ്ററി ആണെങ്കിൽ വെഹിക്കിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബാറ്ററിക്ക് സ്റ്റാറ്റസ് കൺട്രോൾ, അതേപോലെ ഡാറ്റ സെന്റർ ആണെങ്കിൽ നമ്മൾ UPS-ലൊക്കെ മോണിറ്റർ ചെയ്യുന്ന പോലെ തന്നെ ബാറ്ററിയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാൻബസ് കമ്മ്യൂണിക്കേഷനും ബേസിക് ആയിട്ടുള്ള മോഡൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള BMS-ന്റെ പിക്ചർ ആണ്. BMS വിത്ത് CAN RS485 ആണ്. RS232 കമ്മ്യൂണിക്കേഷൻ. പിന്നെ വരുന്നത് ബാറ്ററി മാനേജ്മെന്റ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ലോ SOH, ഓവർ കറന്റ്, ഓവർ ടെമ്പറേച്ചർ, ഓവർ സെൽ വോൾട്ടേജ്, ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം വിത്ത് കമ്മ്യൂണിക്കേഷൻ, ഐസൊലേറ്റഡ് CAN 2.0, ഐസൊലേറ്റഡ് RS235, ഐസൊലേറ്റഡ് RS232, എക്സ്റ്റേണൽ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്, എമർജൻസി പവർ ഓഫ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നത് ഫ്യൂൽ ഗേജിനെ കുറിച്ചാണ്. അത് വെഹിക്കിൾസിനെ ആവശ്യമുള്ളൂ. 2 വീലറിലും 3 വീലറിലൊക്കെ വെഹിക്കിൾസിന് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു ഫോർമാറ്റ് ആണ്. ഇപ്പൊ ഒരു ലിഥിയം ബാറ്ററിക്ക് ഓഫർ ചെയ്യുന്നതിന് മുമ്പ്, ലിഥിയം ബാറ്ററി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് വേണ്ട ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ബാറ്ററി പാക്കിന്റെ നോമിനൽ വോൾട്ടേജ് എത്രയാണ്, ഇത് എന്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, എത്ര വാട്ട് ലോഡ് ഉണ്ടാവും, ഇതിന്റെ യൂസേജ് എന്താണ്, പീക്ക് ഡിസ്ചാർജ് ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്യുന്നത്. EV ആപ്ലിക്കേഷനും സ്റ്റാൻഡ് ബൈ ആപ്ലിക്കേഷനും രണ്ടായിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി അതിന്റെ കുറച്ചുകൂടി ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മൾ ട്രെയിനിങ്ങിന്റെ പ്രധാന ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ചാർജ്, കറന്റ് സ്റ്റേറ്റ് ഓഫ് ബാറ്ററി, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. DOD വളരെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റു ബാറ്ററിനേക്കാളും. സാർ നേരത്തെ പറഞ്ഞ പോലെ 90% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് കിട്ടുന്നതാണ്. സോ റൗണ്ട് ട്രിപ്പ് എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. സെൽഫ് ഡിസ്ചാർജ് റേറ്റ് വളരെ കുറവാണ്. നമ്മൾ നേരത്തെ സാറ് സെൽഫ് ഡിസ്ചാർജിനെ കുറിച്ച് പറഞ്ഞു. സെൽഫ് ഡിസ്ചാർജ് റേറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ്, സെൽ ഇൻഡിപെൻഡന്റ് ആയി അഗൈൻ BMS കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡിസ്ചാർജ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞു സെൽസ് എങ്ങനെയാണ്, ബാറ്ററി പാക്ക് ഇതുപോലുള്ള സെൽസ് ആയിരിക്കും 3.2 വോൾട്ടിന്റെ സെൽസ് യോജിപ്പിച്ച് BMS-ഉം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോഴാണ് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാവുന്നത്. സോ ഈ സെൽസ് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട കപ്പാസിറ്റി, വേണ്ട ബാറ്ററി കപ്പാസിറ്റി, വേണ്ട DC വോൾട്ടേജും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ ഒക്കെയാണ്. പെർഫോമൻസ്, ഇതിന്റെ ഡിസ്ചാർജ് പെർഫോമൻസ് സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് ഗ്രാജുവൽ ആയിട്ട്, ഇപ്പോൾ ഈ ഡിസ്ചാർജ് റേറ്റ്
കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡിസ്ചാർജ് കൂടുന്തോറും ഇതിന്റെ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ 80% കഴിയുന്നത് വരെയും സെയിം ഔട്ട്പുട്ട് ബാറ്ററി പ്രതീക്ഷിക്കാം. 80ക്കും 100നും ഇടയിലാണ് ഡീറേറ്റിംഗ് സംഭവിക്കുന്നത് ബാറ്ററിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പവർ, കണ്ടിന്യൂസ് പവർ അപ് ടു 80% കണ്ടിന്യൂസ് പവർ തന്നെ കിട്ടും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് ആണ് സീരീസ് ആയിട്ടും പാരലായിട്ടും. സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ സെല്ലുകളെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാറ്ററി പാക്സ് ഉണ്ടാക്കി. LFP ബാറ്ററി പാക്കിന്റെ ഒരു രൂപമാണ്. കസ്റ്റമൈസ്ഡ് ഡിസൈൻ പോസിബിൾ ആണ്. റാക്ക് മൗണ്ടിങ് ചെയ്യാനുള്ള ബാറ്ററിയുടെ പിക്ചറാണ്. പ്രിസ്മാറ്റിക് സെൽസും അവൈലബിൾ ആണ്. നമ്മുടെ ലൈഫ് ലിഥിയം പെർഫോസ്ഫേറ്റ് ബാറ്ററി 100% DOD-ലാണെങ്കിൽ കൂടി നമുക്ക് 2000 സൈക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികൾ 900 to 1200 സൈക്കിൾസ് ആണ് പറയുന്നത്. 50% ഡെപ്ത് ഓഫ് ഡിസ്ചാർജിലാണ്. 50% മാത്രം നമ്മൾ റെഗുലർ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 900 to 1200 സൈക്കിൾസ് വരെ കിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഡബിൾ ആണ് LFP ബാറ്ററിയിൽ കിട്ടുന്നത്. 100% ഡെപ്ത് ഓഫ് ഡിസ്ചാർജിൽ പോലും 2000 സൈക്കിൾസ് കിട്ടും. അതേസമയം നമ്മൾ 80% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ 2500 സൈക്കിൾസ് കിട്ടുന്നുണ്ട്. സോ അപ്രോക്സിമേറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷം ലൈഫ് ഇതിനെ പ്രതീക്ഷിക്കാം. അതേസമയം ഓഫ് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി ആണെങ്കിൽ 2-3 വർഷം, നമുക്ക് എല്ലാവർക്കും അറിയാം 2-3 വർഷം തന്നെയാണ് ഫുള്ളായിട്ട് ലോഡ് ചെയ്യുമ്പോൾ 80% വരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കിട്ടും. സോ അതിന്റെ ഇരട്ടിയിലധികം ലൈഫ് സൈക്കിൾ അവൈലബിൾ ആണ്. 50% ആണെങ്കിൽ 5000 ആണ്. യഥാർത്ഥത്തിൽ 1-to-1 കമ്പാരിസൺ വിത്ത് ലിഥിയം ആൻഡ് ലെഡ് ആസിഡ് ബാറ്ററി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5 times ആണ്. കാരണം 5000 സൈക്കിളാണ്. 50% DOD-യിൽ ചെക്ക് ചെയ്യുമ്പോൾ 1200 കിട്ടുമ്പോൾ ഇവിടെ 5000 സൈക്കിൾസ് ആണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ കിട്ടുന്നത്. സോ 14 വർഷം വരെ 50% ഡിസ്ചാർജ് ചെയ്യുന്നുവെങ്കിൽ 14 വർഷം വരെ ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു അപ്രോക്സിമേറ്റ് ഓരോ ആപ്ലിക്കേഷനും UPS ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലൈഫ് എക്സ്പെക്ടൻസിയുടെ ചാർട്ടാണ്. UPS ഇൻവെർട്ടറിലൊക്കെ ആണെങ്കിൽ ഒരു വീക്കിലി 4 സൈക്കിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് 16 സൈക്കിൾസ് പെർ മന്ത് ആണ്. ഒരു 13 വർഷം വരെ ഈ ബാറ്ററിക്ക് ലൈഫ്. അറിയാം ബാറ്ററി ആണെങ്കിൽ പോലും നമുക്ക് 10 വർഷം വരെയൊക്കെയാണ് ലൈഫ് കിട്ടുന്നത്. സോ അതിനേക്കാളും കൂടുതലാണ്. പക്ഷെ SMF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 times ആണ് ലൈഫ്. ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് LFP ആൻഡ് അതർ ടൈപ്പ്. ട്യൂബുലർ SMF-ന് ഇലക്ട്രോലൈറ്റ് ആണ്, ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്, ജെൽ ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ട്യൂബുലറിന് ലിക്വിഡും SMF-ന് ജെല്ലും ആണ്. LFP-ൽ ഇലക്ട്രോലൈറ്റ് ഇല്ല. രാജ് സാറ് പറഞ്ഞ പോലെ സ്പെസിഫിക് പവർ 30-50 watt-hour per kg ആണ്. അത് 1 kg-യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാട്ട് അവർ എന്ന് പറയുന്നത് 30 മുതൽ 50 ആണ് ട്യൂബുലർ ബാറ്ററി. അതേസമയം LFP ആകുമ്പോൾ 90 to 120 watt-hour 1 kg. അതായത് 10 kg ആണെങ്കിൽ 12 kilowatt-hour വരെ നമുക്ക് കിട്ടും. സോ സൈസ് വളരെ ചെറുതാക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സൈസ് ട്യൂബുലർ SMF-ൽ ബിഗർ ആണ്. വളരെ 1/3 ഓഫ് ട്യൂബുലർ ആണ്. വെയിറ്റ് കൂടുതലായിരിക്കും. LFP-ൽ വരുമ്പോൾ വെയിറ്റ് പകുതിയോളം ഉണ്ടാവുള്ളൂ ട്യൂബുലർ ബാറ്ററി. ഇന്റേണൽ റെസിസ്റ്റൻസ് ട്യൂബുലറിലും SMF-ലും മോഡറേറ്റ് ആണ്. പക്ഷേ LFP-ൽ വളരെ കുറവായിരിക്കും ബാറ്ററി ഇന്റേണൽ റെസിസ്റ്റൻസ്. ലൈഫ് സൈക്കിൾ 600 to 1200 സൈക്കിൾസ് ആണ് പ്രതീക്ഷിക്കാൻ പറ്റുക ലെഡ് ആസിഡിൽ. അതേസമയം LFP-ൽ 2000 to 2500. ലൈഫ് സൈക്കിൾ 5 to 7 years, 10 to 15 years LFP പ്രതീക്ഷിക്കാം. ട്രിക്കിൾ ചാർജ്
ഫ്ലോട്ട് ചാർജിങ് ഒക്കെ ആവശ്യമുണ്ട്. ഇതിൽ ട്രിക്കിൾ ചാർജിങ്ങും ഫ്ലോട്ട് ചാർജിങ്ങും ഒന്നും ആവശ്യമില്ല, കാരണം അത് BMS ആണ് കൺട്രോൾ ചെയ്യുന്നത്. ചാർജിങ് ടൈം വേറൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. സാധാരണ 8 to 10 hours ചാർജിങ് ടൈം ലെഡ് ആസിഡ് ബാറ്ററിക്ക് ആവശ്യമാണ്. മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്തത് 10% ഓഫ് ദ ബാറ്ററി കപ്പാസിറ്റി ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 100 AH ബാറ്ററി ആണെങ്കിൽ 10 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്യുന്ന രീതിയിലാണ് മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് LFP-ലാണെങ്കിൽ 1 hour കൊണ്ട് പോലും ചാർജ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെഹിക്കിൾസ് ഒക്കെ ഹാഫ് ആൻ അവറിൽ 80% ചാർജ് ചെയ്യാമെന്നുള്ള പലരും നമ്മൾ വായിച്ചിട്ടുണ്ടാവും. സോ ചാർജിങ് വളരെ ഫാസ്റ്റ് ആണ്. അതേപോലെ ഇപ്പൊ ലോ പവർ കട്ട് കൂടുതലുള്ള ഏരിയയിലൊക്കെ നമ്മളൊരു തവണ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയി പിന്നെ 8 മണിക്കൂർ കൊണ്ടേ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ആയിരുന്നു. അതേസമയം ട്യൂബുലർ ഉപയോഗിക്കുമ്പോൾ നമുക്കത് 3 മണിക്കൂർ 4 മണിക്കൂർ 1 hour വരെ പറ്റുമെങ്കിലും അതൊരു 1/3 ആയിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. നോർമൽ സെൽഫ് ഡിസ്ചാർജ് വളരെ ഹൈ ആണെങ്കിൽ വളരെ കുറവായിരിക്കും ലിഥിയം ബാറ്ററിയിൽ. എനർജി കൺസംഷൻ വളരെ കൂടുതലാണ്, കാരണം ഫ്ലോട്ട് ചാർജിങ് ട്രിക്കിൾ ചാർജിങ് ഒക്കെ വരുന്നതുകൊണ്ട് പവർ സേവിങ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് അപ് ടു 90% ലെസ് കമ്പയർഡ് ടു ലെഡ് ആസിഡ്. സോ പവർ സേവിങ്ങിന്റെ കാര്യത്തിൽ വളരെയധികം, അതുകൊണ്ടാണ് ഇൻവെർട്ടറിനൊക്കെ ലിഥിയം ബാറ്ററി റെക്കമെൻഡ് ചെയ്യുന്നത്. ടോക്സിസിറ്റി ടോക്സിക് ആണ്, ഫ്യൂംസ് എമിറ്റ് ചെയ്യും. സാർ നേരത്തെ പറഞ്ഞ ആസിഡ് എമിഷൻ ഇവിടെ അതൊന്നും ഇലക്ട്രോണിക് LFP ആൻഡ് അതർ ബാറ്ററിയുള്ള മറ്റ് കമ്പാരിസൺസ് ആണ്. C20 റേറ്റിംഗ് ആണെങ്കിൽ 100% ഓഫ് റേറ്റ് ഇവിടെ 8% ആണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു C5 റേറ്റഡ് കപ്പാസിറ്റി C5 ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ 80% റേറ്റഡ് കപ്പാസിറ്റിയുടെ 80% കിട്ടുള്ളൂ. അതേസമയം LFP ആവുമ്പോൾ 100% കിട്ടുന്നതാണ്. C1 ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതായത് 100 AH ബാറ്ററി സാർ നേരത്തെ പറഞ്ഞ പോലെ 100 ആംപിയറിൽ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ 60% ഓഫ് ദ റേറ്റഡ് കപ്പാസിറ്റിയാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അതേസമയം ലെഡ് ആസിഡ് ബാറ്ററി ആകുമ്പോൾ C1 പോലും 100% കുറയുന്നത് ഒരു C2C, അതായത് റേറ്റഡ് കപ്പാസിറ്റിനെ ഡബിൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മാത്രമാണ് കപ്പാസിറ്റി കുറയുന്നത്. വളരെ ഹൈ ആയിരിക്കും കമ്പയർഡ് ടു ലൈഫ്. ഒരു ഓവറോൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാൽക്കുലേഷനിൽ നോക്കുമ്പോൾ നമുക്ക് ലോങ് ടേമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയുടെ കോസ്റ്റ്. അപ്ലിക്കേഷൻ അഗൈൻ ഇൻവെർട്ടർ സോളാർ സെയിം അപ്ലിക്കേഷൻ പ്ലസ് EVയും കൂടെ ഉപയോഗിക്കാം. ഇലക്ട്രിക് വെഹിക്കിൾസ് സേഫ് ആണ്, ഇക്കോ ഫ്രണ്ട്ലി ആണ്, റീസൈക്കിളബിൾ, മെർക്കുറിയും കാഡ്മിയം ലെഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൊല്യൂഷൻ ഇല്ല. മോർ എനർജി ഡെൻസിറ്റി കൂടുതലാണ്, നേരത്തെ പറഞ്ഞു. ചാർജിങ് ടൈം ക്വിക്കാണ്. യൂസബിൾ എനർജി 45 to 50% ആണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ കിട്ടുള്ളൂ. പക്ഷെ ലിഥിയം ബാറ്ററിയിലാകുമ്പോൾ 80 to 100% യൂസബിൾ എനർജി. സോളാർ അപ്ലിക്കേഷൻ വളരെ ഐഡിയൽ ആണ്. സോളാർ സ്ട്രീറ്റ് ലൈറ്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ബേസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റി ലൈഫ് സൈക്കിൾ ആണ്. സ്പെസിഫിക്കേഷൻസ് ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രസന്റേഷനിലുള്ളത്. പിന്നെ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. സർ കേൾക്കുന്നില്ല, സർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഞാനത് ഡൗട്ട്സ് സെക്ഷനിൽ വീണ്ടും നമുക്ക് അത് ഓപ്പൺ ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോ ഈ സോളാർ ഫീൽഡിലുള്ളവർ ചിന്തിക്കുന്നത് ഈ സോളാറിന് ലിഥിയം ബാറ്ററിയിലേക്ക് മാറേണ്ട ആവശ്യതയുണ്ടെന്ന് അവരിപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇത്ര അഡ്വാൻറ്റേജും അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് കാണാൻ സാധിച്ചു.
ഞാൻ ഉദ്ദേശിക്കുന്നത് ലിഥിയം ബാറ്ററിക്ക് മാത്രമായിട്ടൊരു ക്ലാസ് വെക്കേണ്ട ആവശ്യകതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവർ ഒത്തിരി ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്തവര് സോളാർ ഫീൽഡിലുള്ളവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സർവീസിനും ഫോണിന് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പം ഇത് കമ്പാരിറ്റീവ്ലി അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അവർക്ക് അതിലേക്ക് ലിഥിയം ബാറ്ററിയിലേക്ക് കോസ്റ്റ് ഇപ്പൊ ഏകദേശം റഫ്ലി എടുക്കുകയാണെങ്കിൽ ഒരു SMF ബാറ്ററിയുടെ ഡബിൾ എന്നുള്ള കൺസെപ്റ്റ്, കാരണം തമ്പ് റൂൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ട്യൂബ്ലർ ബാറ്ററി SMF ബാറ്ററിയുടെ പ്രൈസിന്റെ ഇരട്ടിയോളം കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് പ്രൈസ്. പ്രൊഡക്ഷൻ കൂടുന്തോറും ഇതിന്റെ വോളിയം കൂടുന്തോറും പ്രൈസ് ഇനിയും കുറയും. ഇപ്പോ ഏകദേശം ഒരു കമ്പാരിസന് വേണ്ടി ട്യൂബ്ലർ ബാറ്ററിയുടെ പ്രൈസിന്റെ ഈ 13 വർഷത്തേക്ക് കിട്ടും ഉറപ്പാണല്ലേ? ഇത് ലൈഫ് സൈക്കിളാണ്. നമ്മൾ പറഞ്ഞല്ലോ 2500 ലൈഫ് സൈക്കിൾ അറ്റ് 80% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ആണ്. സോ നമ്മൾ എപ്പോഴും കലണ്ടർ ഇയേഴ്സ് പറയാവുന്നതിനേക്കാളും സൈക്കിളാണ്. ഇപ്പോ ഡെയിലി 2 തവണ ഡിസ്ചാർജ് ചെയ്യുന്ന കേസ് വരെ വരാം. അല്ലെങ്കിൽ ഒരു ദിവസം 1 തവണ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 365 സൈക്കിളാണ് ഒരു വർഷം. അപ്പൊ ഒരു 3000 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. 3600 സൈക്കിൾ. അപ്പൊ ഒരു 7 വർഷം ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്. സോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ ഞാൻ ചോദിച്ചത് ഒരു മാസത്തിൽ ഒരു 5 ടൈംസ് ഒക്കെ പറ്റുന്നുള്ളെങ്കിലോ, ഒരു 5 പ്രാവശ്യമൊക്കെ ഒരു മാസത്തില് നമ്മൾ ആ ഒരു പ്രസന്റേഷനിൽ കാണിച്ച പോലെ നമ്മൾ ഓരോ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ടും ലൈഫ് സൈക്കിൾ സെയിം ആണ്. ലൈക്ക് കാലണ്ടർ ഇയേഴ്സ് നമുക്ക് കൂട്ടി കിട്ടും. ഒരു ദിവസം 1 തവണ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തമ്പ് റൂളാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി മനസ്സിലാക്കാനായിട്ട്. ഒരു ദിവസം 1 തവണ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നതാണെങ്കിൽ, ഇപ്പൊ രാജ് സാർ പറഞ്ഞ പോലെ ചാർജിങ് ഡിസ്ചാർജിങ് ആണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 തവണ ചാർജിങ് ഇല്ലെങ്കിൽ നമ്മൾ 365 ദിവസം ഒരു വർഷം ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പൊ 2500 × 365, 2500 ആവറേജ് എടുക്കാം. ഇപ്പൊ 2500 സൈക്കിൾ കിട്ടും എന്ന് പറയുന്നത്. 360 എന്ന് പറയുമ്പോൾ ഒരു 7 വർഷം ലൈഫ് പ്രതീക്ഷിക്കാം. വാറന്റി എങ്ങനെയാ പറയുന്നത്? വാറന്റി 5 years. സ്റ്റേഷനറി EV അല്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം 5 year ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിന് 3 year കൊടുക്കുന്നുള്ളൂ. കാരണം EV ചിലപ്പോൾ 2 തവണയൊക്കെ ചാർജ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട്. ബാക്കി മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനും 5 years ആണ്. അല്ല, ഒരു മാസം അതായത് ഒരു 30 ഡേയ്സിൽ ഡിസ്ചാർജ് ആവുന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഡിസ്ചാർജ് ആവുന്നില്ലെങ്കിൽ അഗൈൻ സൈക്കിൾസ്, നമ്പർ ഓഫ് സൈക്കിൾസ് കൂടിക്കൊണ്ടേയിരിക്കും. ഡിസ്ചാർജ് ആവുന്നില്ലെങ്കിലും ബാറ്ററിക്ക് പ്രശ്നമാണ്. പറഞ്ഞ പോലെ ഒരു സെൽഫ് ഡിസ്ചാർജ് ബാറ്ററിക്ക് ഉണ്ട്. പക്ഷെ അത് വളരെ കുറവാണ് ലിഥിയം ബാറ്ററിക്ക്. പക്ഷെ BMS കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിനും സെയിം എഫക്ട് തന്നെയാണ്. ഒരു 2 മാസം 3 മാസത്തിൽ കൂടുതലൊക്കെ വെക്കുന്നത് സേഫ് അല്ല. അപ്പോൾ ഒരു 3 months ആവറേജ് നമുക്ക് പറയാം. അല്ലെങ്കിൽ പിന്നെ അതെ, എന്തുകൊണ്ടാന്ന് വെച്ചാല് BMS ഇലക്ട്രോണിക്സ് അതെ BMS കണക്ട് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആവുന്നില്ല. ഈ ഓൾഡ് ബാറ്ററി പോലെ ഈ ഓൾഡ് ലിഥിയം ഫെറോഫോസ്ഫേറ്റിന് വല്ല പ്രൈസ് ഉണ്ടോ? ഓൾഡ് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്തത് ലെഡ് ആസിഡ്, അതുപോലെ ഇതിന് എന്തെങ്കിലും വല്ല മൂല്യമുണ്ടോ? തീർച്ചയായും. കാരണം ഇതിലും കൂടുതൽ അലുമിനിയം ആണ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടർ മെയ്ഡ് ഓഫ് അലുമിനിയം ആണ്. സോ ഇത് വീണ്ടും നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർ വീണ്ടും റീസൈക്കിൾ ചെയ്യാം. ഒരു 80%ഓളം റീസൈക്കിളബിൾ മെറ്റീരിയൽസ് ആണ് അതിലുള്ളത്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ 80%ഓളം. ഇതില് ലിഥിയം എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിലേ ഉള്ളൂ. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയിലുള്ള ലെഡ് കണ്ടന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം ബാറ്ററി എന്ന് പറയുമ്പോൾ ലിഥിയം ബാറ്ററി ഇറ്റ് ഈസ് ലെസ് ദാൻ 10% എന്നാണ് പറയുന്നത് ലിഥിയം. ബാക്കിയെല്ലാം മറ്റു കെമിക്കൽസ് ആണ്. സോ എല്ലാം റീസൈക്കിളബിൾ ആണ്. പിന്നെ അലുമിനിയം ആണ്.
അതിൽ സെല്ലിന്റെ ഒരു പ്രധാന കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം അലുമിനിയം നമുക്കറിയാം റീസൈക്ലബിൾ ആണ്. മാക്സിമം സാധനങ്ങളും റീസൈക്ലബിൾ ആണ്. പൊല്യൂഷൻ ലെഡ് ആസിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊല്യൂഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ലിത്തിയം ഒരു ഗ്രീൻ എനർജി സ്റ്റോറേജ് ആയിട്ട് തന്നെ അറിയപ്പെടുന്നത്. നമ്മൾ ഈ വെഹിക്കിൾസിൽ പോലും ലിത്തിയം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടിയും കമ്പാരിറ്റീവ്ലി മറ്റു ബാറ്ററിനേക്കാളും ഗ്രീൻ എനർജി സ്റ്റോറേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അതിനിപ്പോ നമ്മള് ഈ ബാറ്ററിക്ക് കിലോന് ഇത്ര എന്നുള്ള ആ ഒരു റേറ്റ് പോലെ എന്തെങ്കിലും വല്ലതും ഉണ്ടോ നിലവില്? ഒരു അത്ര ലൈവ് ആയിട്ടുള്ള ഒരു സ്ക്രാപ്പിംഗ് ആയിട്ടില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ, നമുക്ക് അലുമിനിയം സ്ക്രാപ്പിന് കിട്ടുന്ന ആ ഒരു അപ്രോക്സിമേറ്റ് അലുമിനിയം സ്ക്രാപ്പിന് കിട്ടുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടേണ്ടതാണ്. സ്ക്രാപ്പിംഗ് ലെവലിലേക്ക് അതൊരു വലിയൊരു വോളിയം ആയിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാർക്കറ്റ് ഇപ്പോ ആയിട്ടില്ല. നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ പോലെ ഒരു ഈ ജനറേറ്റർ കമ്പനിക്കാര് അവര് തരുന്ന എഞ്ചിനില് വെച്ചിരിക്കുന്ന ബാറ്ററീസ് എല്ലാം തന്നെ അവർ പറയുന്നത് ഇൻബിൽറ്റ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഒരു 5 years വാറന്റി തരുന്നുണ്ട്, ആ ബാറ്ററി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നല്ലോ, ഒരു പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട്. സാധാരണ ജനറേറ്റർ നമ്മൾ ടൂ വീലറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2.5-3 വർഷം കഴിയുമ്പോൾ ബാറ്ററി വീക്കായി പോകുന്നത്. ഇത് അപ്പൊ ചാർജർ ഉള്ളതാണ്. അതെന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇത് ജനറേറ്ററിന്റെ എന്തോ ആണ് പറഞ്ഞത്, എനിക്ക് ക്ലിയർ ആയില്ല. അത് സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞത് ഇൻബിൽറ്റ് എന്ന് പറഞ്ഞല്ലോ. ജനറേറ്റർ കുമിൻസ് കമ്പനിയുടെ ജനറേറ്റർ, കുമിൻസ് പവറിക്ക അല്ലെങ്കിൽ കുമിൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ജനറേറ്റർ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിയിൽ ഇൻബിൽറ്റ് ബാറ്ററി എന്നാണ് അവർ പറയുന്നത്. ഇൻബിൽറ്റ് ചാർജർ ബാറ്ററി. പക്ഷേ ഒരു എക്സ്റ്റേണൽ ചാർജറും ഉണ്ട് ജനറേറ്ററിന് തന്നെ ഓൾറെഡി ചാർജർ. ജനറേറ്റർ ചാർജർ ലിത്തിയം സ്റ്റാർട്ടിംഗ് ബാറ്ററി അല്ലേ, സ്റ്റാർട്ടർ ബാറ്ററി അല്ലേ, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബാറ്ററി അല്ലേ? മിക്കവാറും ലെഡ് ആസിഡ് തന്നെ ആയിരിക്കുള്ളൂ. കുറച്ചുകൂടി ലൈഫ് കൂടിയ ലെഡ് ആസിഡ് ആവാനേ സാധ്യതയുള്ളൂ. ലിത്തിയം ഉപയോഗിച്ചതായിട്ട് അറിവില്ല. ഞാനത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ജനറേറ്റർ ബാക്കപ്പിന് ഉപയോഗിക്കണോ എന്നുള്ളത് ഇപ്പൊ അത്ര വലിയ ഒരു പർപ്പസ് വരുന്നില്ല. കാരണം ഒരു കുറച്ച് നേരത്തേക്ക് സ്റ്റാർട്ടിംഗ് മാത്രമേ ഉള്ളൂ. എക്കണോമിക്കൽ അല്ല, അതാണ്. കാരണം ഒരു തവണ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പർട്ടിക്കുലർ ഒരു സർജന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ലിത്തിയത്തിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. മേ ബി കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ബാറ്ററി, കുറച്ചും കൂടി ലൈഫ് ഉള്ള ബാറ്ററി ആയിരിക്കും ഒരു യൂസ് ചെയ്യുന്നത് ലെഡ് ആസിഡിന്റെ തന്നെ. സാർ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ എന്തായാലും ഇൻബിൽറ്റ് ചാർജർ എന്ന് പറഞ്ഞാണ് അവർ തരുന്നത് സാധാരണ. ഞാൻ പറയട്ടെ, ഇൻബിൽറ്റ് ചാർജർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ വണ്ടിയിലൊക്കെ ചാർജിങ് സർക്യൂട്ട് ഉണ്ടല്ലോ, വണ്ടിയിൽ നമ്മളെ ബാറ്ററി ഉണ്ട്, കഴിഞ്ഞാൽ അതിനൊരു വോൾട്ടേജ് റെഗുലേറ്റർ വഴി ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ജനറേറ്ററിലും അതിനായിരിക്കും ഇൻബിൽറ്റ് ചാർജർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്ററി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ജനറേറ്ററിനെ കപ്പിൾ അത് ഓൾറെഡി ആ ജനറേറ്ററിലുണ്ട്. ജനറേറ്ററിലുണ്ട്. ഇല്ല, ഇതിപ്പോ നമ്മൾ സാധാരണ ജനറേറ്ററിന് എക്സൈഡിന്റെ ഒരു ബാറ്ററിയാണ് വെച്ചിരുന്നതെങ്കിൽ ഈ കമ്പനിക്കാർ പറഞ്ഞ പ്രിഫർ ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ബാറ്ററി, അവരുടേതായ പേര് കുമിൻസ് എന്ന് അടിച്ചാണ് ആ ബാറ്ററി തന്നെ വരുന്നത്. ആ കമ്പനി തന്നെ തരുന്ന ബാറ്ററിയാണ്. ആ ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബാറ്ററി സാധാരണ നമ്മൾ ഒരു എക്സൈഡിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്യൂബുലർ ബാറ്ററി ഉപയോഗിച്ചാൽ 1 വർഷം കിട്ടുന്നില്ല, അല്ലെങ്കിൽ 2 വർഷം ലൈഫ് കിട്ടുന്നത് ഇത് 5 വർഷത്തിൽ പുറത്ത് ലൈഫ് കിട്ടുന്നുണ്ട്. അത് ശരി. അതെന്താണെന്ന് അതിന്റെ രഹസ്യം അറിഞ്ഞൂടാ, അതാണ് ചോദിച്ചത്. ചാർജിങ് എന്തായാലും ജനറൽ നോർമൽ നടക്കുന്ന ഒരു കാര്യമാണ്. ജനറേറ്റർ ആയാലും അല്ല, ജനറേറ്ററിൽ ചാർജർ ഉണ്ട്, ബാറ്ററി ചാർജർ ഉണ്ട്, പിന്നെ ഒരു എക്സ്റ്റേണൽ ചാർജറും വെച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ ചാർജ് എന്തിനാണ്? ഇലക്ട്രിസിറ്റി ബോർഡ് സപ്ലൈ എടുത്ത് ചാർജ് ചെയ്യാനാണോ? അല്ല, ഈ ബാറ്ററി ചാർജ് ചെയ്യാനാണ്. ഇൻ കേസ് ഈ ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ജനറേറ്റർ സ്റ്റാർട്ടർ എടുക്കൂല. ആ സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ ചാർജർ വെച്ച് കണക്ട് ചെയ്തിരിക്കും. അതെ, ചിലപ്പോൾ നമ്മൾ ജനറേറ്റർ കൂടുതൽ സമയം ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് അതിനൊരു എക്സ്റ്റേണൽ ചാർജറിന്റെ അതെ. പക്ഷെ ഈ ജനറേറ്ററിന്, അതായത് കുമിൻസിന്റെ ജനറേറ്ററിന് അങ്ങനെ ഒരു ചാർജറിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ ജനറേറ്റർ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഫുൾ ആയിരിക്കും അതിൽ. അപ്പൊ അതിനകത്തുനിന്ന് ബാറ്ററി അത് ടൈപ്പ് ബാറ്ററി ആണ്. പക്ഷെ എന്നാലും ജനറേറ്റർ അല്ല, ആ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഫോട്ടോ എടുത്ത് ഇട്ടിരിക്കാം. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ജനറേറ്റർ ഉണ്ട്. ഞാൻ കാറ്റ്, കുമിൻസ്, കോളാർ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പഴയ കിർലോസ്കർ എല്ലാത്തിനും വർക്ക് ചെയ്യുന്ന ആളാണ്.
നമ്മള് ബാറ്ററിയുടെ മാനുഫാക്ചറിങ് ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ലോങ് ലൈഫ് ആക്കാം. ബാറ്ററി ഉണ്ടല്ലോ അതിനകത്ത് എവാപറേഷൻ കുറവാണ്. അങ്ങനെയുള്ള ഒരു ടെക്നോളജി വെച്ചിട്ട് ലൈഫ് കൂട്ടാം. ചാർജിന്റെ ജനറേറ്റർ ഓൺ ആവുന്നത്തോളം കാലം നമുക്കൊരു എനർജി സോഴ്സ് ഇല്ല. ഞാൻ വിചാരിച്ചത് ചിലപ്പം നമ്മള് അങ്ങനെ കൊടുക്കാം, HCB സപ്ലൈ എടുത്തിട്ട് ചാർജ് ചെയ്യാം. ചിലപ്പോൾ കൂടുതൽ കൊടുത്തില്ല ചാർജ് ചെയ്യണം. മഹേശ്വരൻ സാറിനോട് ഒരു ചോദ്യമുണ്ട്. ഈ ലിഥിയം ബാറ്ററിയുടെ മാനുഫാക്ചറിങ് എത്രത്തോളം ഫീസിബിൾ ആണ്? എന്തൊക്കെയാണ് അതിന് വേണ്ട ഒരു റിക്വയർമെന്റ്? ലിഥിയം ബാറ്ററി മാനുഫാക്ചറിങ് ശരിക്കും ഇതിന്റെ സെൽസിന്റെ ചാർജിങ്ങും അതുമായി ബന്ധപ്പെട്ട ബാലൻസിങ് ഒരുപാട് അങ്ങനെയുള്ള കുറെ എക്യുപ്മെന്റ്സ് ആണ് ഇതിന് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ BMS ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ നമ്മളൊരു പവർ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയാണ് ഹൈക്കോൺ എന്ന് പറഞ്ഞ 26 years ആയിട്ട് ഇലക്ട്രോണിക്സിലും പവർ ഇലക്ട്രോണിക്സിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള R&D ആയിട്ടും പ്രൊഡക്ഷൻ യൂണിറ്റ്സും ഒരു കമ്പനിയാണ്. സോ അത് ഞങ്ങൾ ഒരു 2-3 വർഷം മുമ്പ് തന്നെ നമ്മളിതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ചെറിയ തോതിലുള്ള റിക്വയർമെന്റ്സ് ചെയ്തിരുന്നു. ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ ആയിട്ട് ഒരു 1 year കൂടുതലായി ഇപ്പൊ ഗോദ്രേജ് പോലുള്ള കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ മൈനിയുടെ ഗോൾഫ് കാർട്ട്, ബഗ്ഗി വാൻസ് എല്ലാ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. 2-wheeler 3-wheeler ഇൻഡസ്ട്രിയിലാണ് പിന്നെ കൂടുതലും പോകുന്നത്. മാനുഫാക്ചറിങ് ഒരു ബൾക്ക് ഒരു മാസായിട്ടുള്ള ഒരു സെറ്റപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ചെറിയ ഇപ്പോ സോളാർ സ്ട്രീറ്റ് ലൈറ്റിനും ഒക്കെ ചെയ്യുന്ന സാധാരണ രീതിയിൽ ഇപ്പൊ BMS ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള BMS വെച്ചിട്ടുള്ള, സോ ഇതിന്റെ ബേസിക് ആയിട്ട് BMS ഒരു പ്രധാന ഹാർട്ട് ഓഫ് ദ ബാറ്ററി എന്ന് തന്നെ പറയാം. സോ BMSന്റെ ക്വാളിറ്റി, ലോങ് ടൈം വാറണ്ടി അഷ്വർ ചെയ്യാൻ പറ്റുന്നത്. സോ മാനുഫാക്ചറിംഗ് മാത്രമല്ല, ഇതിന്റെ ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും ലൈഫ് അഷ്വറൻസും. കാരണം ഇത് 5 year വാറണ്ടി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന റിസ്ക് വളരെ വലുതാണ്. അതേപോലെ യൂസേജ്, അതേപോലെ ഇതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഫാക്ടറിയിൽ വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് കുറച്ച് ഒരു ടഫ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ലൈസൻസിങ് പ്രൊസീജിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. നാച്ചുറലി ഇതിന്റെ കാരണം ഇതിലെ ലിഥിയം ബാറ്ററി ആയതുകൊണ്ടും ഇതിന്റെ സേഫ്റ്റി കൺസേണും ബാറ്ററി പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എനിക്ക് ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, ബിക്കോസ് ഐ ആം ഇൻടു ഫ്രണ്ട് എൻഡ് മാർക്കറ്റിംഗ്. സാറേ ഒരു സംശയം, ഒരു 100 ആംപിയർ ബാറ്ററി വീട്ടിൽ ഉപയോഗിക്കുന്നു ലെഡ് ആസിഡ്, എനിക്കത് LFP-യിലേക്ക് മാറാന് എത്ര AH-ന്റെ ബാറ്ററി വാങ്ങിക്കണം? ഒരു സാധാരണക്കാരുടെ വീട്ടിൽ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ലാഭം വേണമല്ലോ, അപ്പൊ അതെങ്ങനെയാണ് അവരോട് പറയേണ്ടത്? ഞങ്ങൾ ആക്ച്വലി ഒരു കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊരു തമ്പ് റൂൾ പറയുകയാണെങ്കിൽ ഒരു കോമൺ മാൻ ഇൻഡസ്ട്രിയിൽ ഒരു തമ്പ് റൂൾ പറയാൻ ഒരു 80%, 75 to 80% ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി മതിയാവും പോകുമ്പോൾ. കാരണം അതിന്റെ എഫിഷ്യൻസി പിന്നെ അതിൽ തന്നെ നമ്മള് ഡിസ്ചാർജ് ഇപ്പൊ സെയിം ബാക്കപ്പ് കിട്ടാനായിട്ട് സെയിം ബാക്കപ്പ് നമ്മളൊരു 100 AH ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് സാർ ഒരു 2 മണിക്കൂറാണ് ഉപയോഗിക്കണമെങ്കിൽ അതേ 2 മണിക്കൂർ കിട്ടാൻ 80 AH-ന്റെ ലിഥിയം ബാറ്ററി വെച്ചാലും സെയിം ബാക്കപ്പ് കിട്ടും. സാറേ ഭയങ്കര സൗണ്ട് വരുന്നുണ്ടല്ലോ സാറേ, അത് എന്താണ് ഒരു ബൂം സൗണ്ട് കണ്ടിന്യൂസ്, ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ലേ? ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കോ സാറേ. സാറേ അതുപോലെ ഇതിന്റെ കറണ്ട് കൺസംഷൻ എങ്ങനെയായിരിക്കും സാറേ ലിഥിയം ബാറ്ററിക്ക്? അത് നമ്മൾ ആ ഒരു സ്ലൈഡിൽ കാണിച്ച പോലെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഈ ഫ്ലോട്ട് ചാർജിങ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ലിഥിയം ബാറ്ററിയിൽ കറണ്ട് കൺസംഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള സെല്ലുകൾ ആയതുകൊണ്ട് തന്നെ എനർജി കൺസംഷൻ കുറവായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക്കേഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ 80% ഓഫ് ദ എനർജി നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ വേസ്റ്റേജ് കുറവാണ് ബാറ്ററിയിൽ. നമ്മുടെ കൺവെൻഷണൽ ബാറ്ററിയിൽ
ഉള്ള അത്രയും വേസ്റ്റേജ് ലിഥിയം ബാറ്ററിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ എനർജി വേസ്റ്റേജ് കുറച്ചുകൊണ്ട് നമുക്ക് സേവിങ്സ് കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. ലിഥിയം ഏറ്റവും ആദ്യം കടന്നു വന്നത്. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. ലിഥിയം ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുതലാണ്. ലെഡ് ആസിഡ് ലെഡ് ആണത്, പ്യുവർ മെറ്റൽ അല്ല. മറ്റേ ലിഥിയം ബാറ്ററിയിൽ എല്ലാം മെറ്റൽസ് ആണ്. അതുകൊണ്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ലോസ് വളരെ കുറവാണ്, ചൂടാവുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് അതിന്റെ എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നത്. സാർ അതെ, ഇപ്പോ മിക്കവാറും ഇൻബിൽഡ് ആണല്ലോ വരുന്നത്. അപ്പോ ഇതിന്റെ ഇതിന്റെ ഒരു ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റുമ്പോ അതേ കമ്പനി ഈ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? അതായത് BMS വേറെ ചിലപ്പോ BMS പറ്റാണ്ട് വരുമോ, അങ്ങനെ എന്തെങ്കിലും വരും? ബാറ്ററി വരുന്നത് തന്നെ വിത്ത് BMS ഇൻബിൽട്ട് ആണ്. ഓരോ ബാറ്ററിക്കകത്തും ഓരോ BMS ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാറ്ററി പാക്ക് മാറ്റിക്കഴിഞ്ഞാൽ സെയിം ബാറ്ററി പാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേ കപ്പാസിറ്റി ഉള്ള, അതേ വോൾട്ടേജും അതേ കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി ഉപയോഗിക്കാം. കാരണം നിങ്ങൾ മാറ്റി പുതിയതായിട്ട് വെക്കുന്ന ബാറ്ററിയിലും BMS ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ BMS ഓരോ ബാറ്ററിക്ക് അകത്തുമാണ്. ഓരോ ബാറ്ററി പാക്കിനകത്തും ഓരോ BMS ഉണ്ട്. സാറേ, നമ്മുടെ ലൈഫ് ബാറ്ററി ലിഥിയം ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ 12 വോൾട്ട് 2 ഉപയോഗിക്കുമ്പോൾ 24 ആയിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഇത് ചെയ്യുന്നു. അതിന് പകരം നമ്മുടെ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരെണ്ണം തന്നെ 24 നമുക്ക് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പ്രൈസിൽ ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന്റെ പ്രൈസിൽ ഇപ്പൊ നമ്മള് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി വെക്കുന്നത്, അപ്പൊ അങ്ങനെ അതേ കപ്പാസിറ്റി ഉള്ള 50യുടെ 2 വെക്കുന്നതിന് പകരം 100ന്റെ ഒരെണ്ണമായിട്ട് വെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 50യുടെ 24 വെക്കുകയാണെങ്കിൽ പ്രൈസില് ആ പ്രൈസ് ചേഞ്ച് അതിനനുസരിച്ച് വരുന്നുണ്ടോ, അതോ ഒരു കുറച്ച് കുറവ്? പ്രൈസിലോ സൈസിലോ വ്യത്യാസം വരുന്നില്ല. നമ്മൾ 2 യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒറ്റ BMSൽ ഒരു 24 വോൾട്ടിന്റെ തന്നെ BMSൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒറ്റ ക്യാബിനറ്റിൽ നമുക്ക് കിട്ടുന്നുള്ളത് തന്നെയുള്ളൂ. സൈസും ഡബിൾ ആകും, കാരണം നമ്പർ ഓഫ് സെൽസ് അത്രയും തന്നെ വേണം. കാരണം ഇത് വോൾട്ടേജ് ഞാൻ പറഞ്ഞല്ലോ 3.2 വോൾട്ട് ആണ് ഒരു സെല്ല്. അപ്പോൾ 12 വോൾട്ട് ആണെങ്കിൽ 4 സെല്ല്, 24 വോൾട്ട് ആണെങ്കിൽ 8 സെല്ല് വെക്കണം. ഈ 8 സെല്ല് വെച്ചിട്ട് പിന്നെ 20 AH ആണെങ്കിൽ 5 AH ആണ് ഒരു ബാറ്ററി എങ്കിൽ എഗെയിൻ ഒരു 4 സെല്ല് സീരീസ് ആയിട്ടും കൂടെ പാരലൽ ആയിട്ടും കൂടെ കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് സെൽസ് സെയിം ആയിരിക്കും. ഒരു സിംഗിൾ ക്യാബിനകത്ത് കിട്ടും, ഒറ്റ BMSൽ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ പ്രൈസ് കോസ്റ്റിൽ കുറയില്ല എന്ന് ഞാൻ പറയില്ല, കാരണം 2 ബാറ്ററി വെക്കുന്നതിന്റെ BMSന്റെ കോസ്റ്റ് വരുന്നില്ല. ഒറ്റ ബാറ്ററി പാക്ക് ആകുമ്പോൾ ഒരു BMSന്റെ കോസ്റ്റ്. അപ്പൊ BMSന്റെ കോസ്റ്റിൽ ഒരു സേവിങ്സ് കിട്ടും. സോ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു 20 to 30%, 20% പ്രൈസ് കുറയുന്നു പറയാം. അതുപോലെ തന്നെ നമ്മളൊരു ഓഫ് ഗ്രിഡിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു 150ന്റെ 4 ബാറ്ററി വെക്കുന്നതിന് പകരം അത്രയും ഉള്ള ഒറ്റ ബാറ്ററി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സൈസ് ആണെന്നുള്ളതാണ്. അപ്പൊ 150ന്റെ 4 ബാറ്ററി എന്ന് പറഞ്ഞാൽ ഞാനൊരു റഫ് ഐഡിയ പറയാം. 150 into 12 വോൾട്ട് ആണ്. അപ്പോൾ 1800 AH ആയി ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 7.2 കിലോവാട്ട് ആയി ബാറ്ററി. 7.2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 15. സോ ഒരു ബാറ്ററി 108 കിലോന്റെ ഒരു ബാറ്ററി ആയി മാറും. അപ്പൊ സിംഗിൾ ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ 108 കിലോ നമ്മൾ ലോഡിങ് അൺലോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ 48 150 AH പോലുള്ള അത്രയും വലിയ കപ്പാസിറ്റി 4 പകരം 24 വോൾട്ടിന്റെ 150 2 ആക്കി മാറ്റിയാൽ 50 കിലോ ഉള്ള ബാറ്ററി ആയിട്ട് ചെയ്യാം. കാരണം 4 150 AH ബാറ്ററി നമുക്ക് ഒരുമിച്ച് എടുത്ത് പൊക്കാൻ പറ്റില്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൈസ് കുറവാണെങ്കിൽ തന്നെയും 150ന്റെ 2 വെയിറ്റ് എങ്കിലും വരും ലിഥിയത്തിലേക്ക് പോകുമ്പോൾ. അപ്പൊ തന്നെ ഒരു 100 kgയുടെ അത്രയും വെയിറ്റ് വന്നു. അപ്പൊ ആ ഒരു കൺസ്ട്രെയിൻ മാത്രമേ ഉള്ളൂ, ഹാൻഡ്ലിങ്ങിനുള്ള ഒരു ബുദ്ധിമുട്ട്. അതേപോലെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും ഇതൊക്കെ നോക്കിയിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പൊ ഒരു വോളിയം ഉള്ള ഒരു കേസ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്
ഡിസൈൻ ചെയ്ത് സൈസും ഒക്കെ ചെയ്ത് സപ്ലൈ ചെയ്യാൻ പറ്റും. ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വിൻഡ് മിൽ പ്രൊജക്ടിന് ചെയ്തിരുന്നു കർണാടകയിൽ. ആൾമോസ്റ്റ് ഒരു 48ഓളം വിൻഡ് മില്ലിന് ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെ 120 AHന്റെ ബാറ്ററിയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അല്ല, 120 വോൾട്ടിന്റെ 100 AHന്റെ ബാറ്ററിയാണ്. അപ്പോൾ ഏകദേശം 10 100 AH ബാറ്ററി വെക്കുന്ന അത്രയും സൈസിലാണ്. അത് 2 or 3 ബാറ്ററി പാക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഹാൻഡ്ലിംഗ് ഉള്ള ഡിഫിക്കൽട്ടി. കാരണം ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലൊക്കെയാണ്. വിൻഡ് മില്ലൊക്കെ ആകുമ്പോൾ ടോപ്പ് ഫ്ലോറിലൊക്കെയാണ് വെക്കുക. അപ്പോൾ ചെറിയ വിൻഡ് മില്ലാണ്, ലൈക്ക് കമേഴ്ഷ്യൽ വിൻഡ് മിൽസ്, ഈ ഹോട്ടലുകളുടെ ഒക്കെ മുകളിൽ ഉപയോഗിക്കുന്ന വിൻഡ് മിൽസിന് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ സാറേ, ഈ 150 AH ബാറ്ററി നമ്മൾ ട്യൂബുലർ ബാറ്ററി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന അതേ ബാക്കപ്പിൽ തന്നെ 100 AH ലിഥിയം ബാറ്ററി നമുക്ക് വെച്ച ബാക്കപ്പ് കിട്ടുന്നത് DOD കൂടിയതുകൊണ്ടാണോ അത് അത്രയും നമുക്ക് കിട്ടുന്നത്? അതെ അതെ, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് കൂടുതലുള്ളത് കൊണ്ടും എഫിഷ്യൻസിയിലുള്ള ആ ഒരു സേവിങ്സ് എല്ലാം കൂടുമ്പോൾ സെയിം ബാക്കപ്പിന് നമുക്ക് അത്രയും തന്നെ കപ്പാസിറ്റി ആവശ്യമില്ല. നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ബാക്കപ്പിന് ലിഥിയത്തിലേക്ക് പോകുമ്പോൾ ഒരു 80% ഓഫ് ദ കപ്പാസിറ്റി, സേഫർ സൈഡ് 80% ഓഫ് ദ കപ്പാസിറ്റി മതി. അത് നേരത്തെ പറഞ്ഞ 100 AH പകരം ഒരു 80 AH ബാറ്ററി കൊടുത്താൽ സെയിം ബാക്കപ്പ്. സാർ അവിടെ ചോദിച്ചത് ഒരു 40 AH ചാർജിങ്ങും അതേപോലെ 40 AH ഡിസ്ചാർജിങ്ങും ചെയ്യുമ്പോൾ സാർ ഇപ്പൊ 80% പറഞ്ഞ നോർമൽ കണ്ടീഷൻ അല്ലേ? അപ്പൊ 40 AH സാധാ ബാറ്ററിക്ക് ചാർജ് ചെയ്യും, 40 AH ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ സാധാ ഒരു ബാറ്ററി അതിന്റെ എഫിഷ്യൻസി തീരെ കുറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു 100 AH മതിയെന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഇത്രയും ആക്ച്വലി ഡിസ്ചാർജ് റേറ്റിംഗിനാണ് നമ്മൾ 80% ലൈഫ് സൈക്കിൾ പറയുമ്പോഴാണ് 80% ഓഫ് ഡെപ്ത് ഓഫ് ഡിസ്ചാർജിലും ഇത്രയും സൈക്കിൾ പറയുന്നത്. സോ ട്യൂബുലർ ബാറ്ററിയിലും ഐ തിങ്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു 70-80% വരെ ട്യൂബുലർ ബാറ്ററിയിലും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷെ സൈക്കിൾ ലൈഫ് കുറയുന്ന ആണ് ട്യൂബുലർ ബാറ്ററിയിലെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇവിടെ 80% ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ലൈഫ് കുറയുന്നില്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. കപ്പാസിറ്റി വൈസ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20% എക്സ്ട്രാ എനർജിയും കൂടെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു 80% ഓഫ് ദ ലെഡ് ആസിഡ് ബാറ്ററി മതി സെയിം ബാക്കപ്പ് എന്ന് പറയാം. ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ ട്യൂബുലറിൽ എനിക്ക് വേണമെങ്കിൽ രാജൻ സാറിന് അറിയാൻ പറ്റും. നമ്മൾ കോമൺ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് ആൾമോസ്റ്റ് 80% വരെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ സാർ. പക്ഷെ അതിന്റെ ഒരു 80% വരെ പോകുമ്പോൾ ലൈഫ് കുറയും എന്നുള്ളത് ഒരു പ്രോബ്ലം. പക്ഷെ ലിഥിയത്തില് ലൈഫ് കുറയുന്നില്ല. 100 AH ബാറ്ററി എത്ര KWH നമുക്ക് എടുക്കാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും കണക്ക് നമുക്ക് പറയാൻ പറ്റും ഉപയോഗിച്ചിട്ട്? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. 100 AH എന്ന് പറയുമ്പോൾ 12 വോൾട്ട് ആണെങ്കിൽ 100 × 12 അതായത് 1200 PH ആണ്. സോ 1.2 കിലോവാട്ട് അവർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു യൂണിറ്റ് അല്ല, ഒരു 1.2 യൂണിറ്റ് അല്ല സാർ? അത് തന്നെയാണോ ചോദിച്ചത് സാർ? ചോദിച്ചതാണ്. പക്ഷെ അത് എങ്ങനെയാണ്, അവേഴ്സിലാണ് അത്? 1 മണിക്കൂറിലാണ് 1.2 യൂണിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് കേട്ടില്ല. ഹലോ, പറയട്ടെ. നമുക്കൊരു യൂണിറ്റ് 3000 വാട്ട് ഹവർ നമ്മുടെ എനർജി റിക്വയർമെന്റ് ആണെങ്കിൽ നമ്മളത് എത്ര AHന്റെ ബാറ്ററി ആണെന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പം AH എന്ന് പറഞ്ഞാൽ ആംപിയറും ടൈമാണ് അല്ലേ? യൂണിറ്റ് എന്ന് പറയുന്നതോ വാട്ട് ഹവർ ആണ്. വാട്ട് എന്ന് പറയുന്നത് VIH ആണ്, മറ്റേത് വെറും AH ആണ്. അപ്പം VIH-നെ B കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം 3000 വാട്ട് ഹവർ ആണെങ്കിൽ 3000 നമ്മുടെ സിസ്റ്റം വോൾട്ടേജ്. സിസ്റ്റം വോൾട്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളത് ഡിസൈൻ ചെയ്യണം ആദ്യമേ. നമ്മൾ ആദ്യമേ ഒരു എത്ര വാട്ടിന്റെ ആണെന്നുള്ളത് നോക്കിയിട്ട് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ തമ്പ് റൂൾ പറഞ്ഞു. 1 കിലോവാട്ടിന് താഴെ വരുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ സാധാരണ 12 വോൾട്ട് ആണ് നമ്മുടെ സിസ്റ്റം വോൾട്ടേജ്. 1 to 3 കിലോവാട്ടിനുള്ളിൽ വരുന്ന പവർ പ്ലാന്റ് ആണെങ്കിൽ 24 വോൾട്ട് ആണ് സിസ്റ്റം വോൾട്ടേജ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ മേലോട്ട് പോകും. അപ്പൊ നമ്മൾ 3000 വാട്ട് ഹവർ എനർജി റിക്വയർമെന്റ് ആണെങ്കിൽ
3000 വാട്ട് ഹവർ ഡിവൈഡഡ് ബൈ 12 സിസ്റ്റം വോൾട്ടേജ് 12 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് അത്ര AH കിട്ടും. 3000/12 എത്രയാണോ അതാണ് AH. ഓക്കെ. ഇനി നമുക്കറിയാം ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ഫിക്സഡ് ആണ്. ഏത് AH ആണെങ്കിലും ബാറ്ററിയുടെ വോൾട്ടേജ് സെയിം ആണ്. നമ്മൾ 80 AH എടുത്താലും 8 AH എടുത്താലും 100 AH എടുത്താലും ഒക്കെ ബാറ്ററിയുടെ വോൾട്ടേജ് ഫിക്സഡ് ആണ്. പണ്ടാണെങ്കിൽ 6 വോൾട്ട് ബാറ്ററി ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കണ്ടിടത്തോളം 12 വോൾട്ട് ബാറ്ററിയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ സിസ്റ്റം പോലെ നമുക്കിപ്പോ ഒരു 600 AH ബാറ്ററിയുടെ റിക്വയർമെന്റ് വന്നു വിചാരിച്ചോളൂ. 600 AHയുടെ ബാറ്ററി വേണമെങ്കിൽ നമുക്ക് 100 AHന്റെ 6 ബാറ്ററി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 150യുടെ 4 ബാറ്ററി സെലക്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ഇഷ്യൂ. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം വോൾട്ടേജ് 12 ആണ്. അപ്പം എല്ലാ ബാറ്ററിയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. നമ്മൾ 1, 10, 100 ബാറ്ററി നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താലും ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സിസ്റ്റം വോൾട്ടേജ് 12 ആണെങ്കിൽ എല്ലാ ബാറ്ററിയും പാരലായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. അയ്യോ ജോമോനെ കണ്ടില്ല. ഹലോ. അതുപോലെ തന്നെ ഈ ലിഥിയം ബാറ്ററിയുടെ ലോ വോൾട്ടേജ് കട്ട് ഓഫും ഫുൾ ചാർജ് കട്ട് ഓഫും എത്രയാണ്? ലോ വോൾട്ടേജ് ആക്ച്വലി ഒരു ബാറ്ററി 12.8 ആണ് സാധാരണ 12 വോൾട്ടിന് പകരം വരുന്നത്. 3.2 × 4 12.8. ഇത് 14 വോൾട്ട് വരെ ഹൈ വോൾട്ടേജ് കട്ട് ഓഫ്. ഹലോ. നമ്മൾ 10.5ഉം 13.5ഉം ആണ് സാധാരണ ട്യൂബുലർ ബാറ്ററിയിൽ വരുന്നത്. അതിവിടെ ഒരു 11.5ഉം 14 വോൾട്ടേജും ആയിരിക്കും നോർമലി. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാല് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയിലാണെങ്കിൽ നമുക്ക് ലോ വോൾട്ടേജ് പോയാലും ബാറ്ററി വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. ലെഡ് ആസിഡില് ഈ ലോ വോൾട്ടേജ് കട്ട് ഓഫിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അതെ, നമുക്ക് ലോ വോൾട്ടേജ് കട്ട് ഓഫ് BMS തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ കൺട്രോളിങ് ലിഥിയം ബാറ്ററിയിലുണ്ട്. കാരണം BMSൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എത്ര % വരെ ലോ കട്ടും ഹൈ കട്ടും എല്ലാം BMS വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ചാർജ് കൺട്രോളർ ആ ജോലി ചെയ്തോളൂ. 10.8 വോൾട്ടിന് താഴോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കില്ല. കുറച്ച് ഇൻസ്റ്റലേഷൻ ഫോട്ടോസ് കാണിക്കാം കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടാനായിട്ട്. ഹലോ സാർ, ഇത് ലിഥിയം ബാറ്ററി C3 ആണോ അതോ C2 ആണോ, ഏതാണ് വരുന്നത്? ആക്ച്വലി അത് 2C 3C 5C അങ്ങനെയാണ് പറയുന്നത്. ലിഥിയം യൂസ് ചെയ്യുന്നത് 3C വരെ, അതായത് 3 റേറ്റഡ് കപ്പാസിറ്റിയുടെ 3 ഇരട്ടി വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പീക്കില് 3 ഇരട്ടി, അതായത് ഒരു 100 ആംപിയർ ബാറ്ററി ആണെങ്കിൽ 300 ആംപിയർ വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. ലിഥിയത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ അതാണ്, ഡിസ്ചാർജ് വളരെ ഹൈ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ C3 എന്ന് പറയുന്നതിന് പകരം 3C എന്ന് പറയുന്നത് 3 ഇരട്ടി. ഇപ്പൊ C5 അല്ലെങ്കിൽ C10 എന്ന് 10-1 ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ 100 AHന് C10 ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആംപിയർ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. അത് തന്നെ തിരിച്ച് 2C C2 C3 എന്ന് പറയുന്നതിന് പകരം 3C എന്ന് പറയുമ്പോൾ 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. സോ 3C ആണ് ഹൈക്കൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററിയുടെ ഡിസ്ചാർജ്, മാക്സിമം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന. 1C ആണ് ഐഡിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് 100 H ബാറ്ററി ആണെങ്കിൽ 100 ആംപിയർ ഫോർ 1 അവർ. ഇങ്ങനെ കൊണ്ട് ഒരു കറക്കമുണ്ട്. പാവാട നല്ല പാവാട ഒരു പാവാട കളിക്കും. പാട്ട് പാടുന്നത്
ആക്കില്ലേ? ആരുടെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് കയറി വരുന്നത്? Please mute your phone. Vijin, Mr. Vijin. ഇത് നമ്മൾ പഴയ UPS-ന്റെ കൂടെ ബാറ്ററി വെച്ചിരിക്കുന്നതാണ്. 48 വോൾട്ടിന്റെ UPS ആണ്. സോ 24 വോൾട്ടിന്റെ 2 ബാറ്ററി വെച്ചു. KCB-യുടെ ഓഫീസിൽ ഇത് 20 kVA UPS ആണ്. സാധാരണ 20 kVA UPS ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അറിയാം 30 ബാറ്ററി എങ്കിലും വേണം. ഇപ്പൊ 20 kVA സോളാർ PCU ആണെങ്കിലും 20 തൊട്ട് 30 ബാറ്ററി എങ്കിലും വേണം. ഇവിടെ 20 ബാറ്ററിയുടെ സ്ഥാനത്ത് 4 ബാറ്ററിയാണ് സപ്ലൈ ചെയ്യുന്നത്. 60 വോൾട്ടിന്റെ 4 ബാറ്ററി സെയിം കപ്പാസിറ്റി കണക്ട് ചെയ്ത് കൊടുക്കും. ഇത് വേറൊരു 3 kV UPS-ൽ 96 വോൾട്ടിന്റെ 3 kV UPS ആണ്. 2 ബാറ്ററി 48 വോൾട്ടിന്റെ 2 ബാറ്ററിയാണ് വെച്ചത്. നേരത്തെ 8 ബാറ്ററി ഉണ്ടായിരുന്നതാണ് ഇവിടെ. എത്ര ബാറ്ററി വേണ്ടി വരും? 60 kVA UPS ആണെങ്കിൽ നമ്മള് UPS-ന്റെ DC വോൾട്ടേജ് 60 kVA എന്ന് പറയുമ്പോൾ റഫ്ലി 30 ബാറ്ററി ആയിരിക്കും. 30 ബാറ്ററി ആയിരിക്കും സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിക്ക് അവർ പറയുന്നത്. നമുക്ക് 30 ബാറ്ററിക്ക് പകരം 120 വോൾട്ടിന്റെ 3 ബാറ്ററി വെച്ച് കൊടുക്കാൻ പറ്റും. 120 വോൾട്ടിന്റെ 3 ബാറ്ററി, 12 വോൾട്ടിന്റെ 30 ബാറ്ററിക്ക് പകരം 120 വോൾട്ടിന്റെ 3 ബാറ്ററി വെച്ച് കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ 120 × 3 അല്ലേ? ഇതിപ്പോ ഒരു 60 വോൾട്ടിന്റെ 5 ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. അത് എത്രയാവും എമൗണ്ട്? എമൗണ്ട് കപ്പാസിറ്റിക്ക് അനുസരിച്ച് തന്നെയാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ലെഡ് ആസിഡ് ആണ് റീപ്ലേസ് ചെയ്യാനാണെങ്കിൽ ഏത് ലെഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ റഫ്ലി നമുക്ക് അതിന് ഡബിൾ പറയാം. SMF ബാറ്ററിയുടെ ഡബിൾ ആണ് ഏകദേശം വരുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു 100 AH-ന്റെ 30 ബാറ്ററിയാണ് 60 kVയിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു 7000 രൂപയാണ് 100 AH എങ്കിൽ 30 ബാറ്ററി 2 ലക്ഷം രൂപ ആയിരിക്കും. ഇപ്പൊ ഒരു ഇതിലേക്ക് പോവാണെങ്കിൽ ഒരു 4 ലക്ഷം രൂപയിലേക്ക് വേണ്ടി. ഇത് 180 AH-ന്റെ 24 വോൾട്ടിന്റെ ബാറ്ററിയാണ്. അതായത് 2 180 12 വോൾട്ട് 180-യുടെ 2 എണ്ണത്തിന്റെ ആ സൈസിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാറേ ഒരു ഡൗട്ട്, ഡിസ്ചാർജ് ഒരു 5 മിനിറ്റുള്ള ഡിസ്ചാർജ് പെർ മന്ത് വരാണെങ്കിൽ ഒരു 12 years ബാക്കപ്പ് കിട്ടൂലേ? ക്ലിയർ ആയില്ല. അത് നമുക്ക് അതൊരു 5 മിനിറ്റ് ബാക്കപ്പ് ആണ് എടുക്കുന്നത് എങ്കിൽ അതായത് ജനറേറ്റർ ഉള്ള സ്ഥലങ്ങളിൽ 3 പ്രാവശ്യം 5 പ്രാവശ്യം 5 മിനിറ്റ് വെച്ച് ബാക്കപ്പ് എടുക്കുന്നുണ്ട്, UPS ബാക്കപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും എത്ര വർഷത്തേക്ക് ഈ ബാറ്ററി? ഒരു 10 years ഒക്കെ ലൈഫ് പറയാൻ പറ്റും. 10 years പ്ലസ് ലൈഫ് പറയാൻ പറ്റും. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമുക്കിപ്പം ബാറ്ററിയുടെ നമുക്ക് ചാർജിങ് വോൾട്ടേജും കറണ്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഇൻവേർട്ടറിലും നമുക്ക് ലിഥിയം ബാറ്ററി യൂസ് ചെയ്യത്തില്ല? അതോ ലിഥിയം ബാറ്ററിക്ക് സെപ്പറേറ്റ്? തീർച്ചയായും. ഇപ്പൊ ഹൈക്കോണ്ട മാത്രമല്ല, ഞങ്ങൾ മറ്റു കമ്പനികൾ ഇപ്പൊ ഞാൻ കാണിച്ചതിൽ തന്നെ 2-3 കമ്പനികളുടെ ഉണ്ടായിരുന്നു, മറ്റുള്ള കമ്പനി. പക്ഷെ ആകെ ചാർജിങ് വോൾട്ടേജും കറണ്ടും സെറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. മിക്കവാറും കമ്പനികളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചൈനീസ് അല്ലാത്ത ഇന്ത്യൻ മേക്ക് എല്ലാ UPS-ലും സെറ്റബിൾ ആണ്. അതേപോലെ ക്ലിയർ ആയി. ഇൻഡിജിനസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ UPS-ഉം ആൾമോസ്റ്റ് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്.
വേറെ എന്തെങ്കിലും? സാറേ, ഈ ലിഥിയം ഫെറോഫോസ്ഫേറ്റും ലിഥിയം അയൺ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഇതില് ആക്ച്വലി പലർക്കുള്ള ഡൗട്ടാണ് അത്. ലിഥിയം അയോൺ ഫാമിലിയിൽ തന്നെയാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് വരുന്നത്. ലിഥിയം അയോൺ എന്ന് പറയുന്നത് കോമൺ നെയിമാണ്. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്ന പോലെ ഒരു കോമൺ നെയിമാണ് ലിഥിയം അയോൺ. ഇതിൽ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് നിക്കൽ മാംഗനീസ് കോബോൾട്ട്, NMC എന്ന് പറയും. ഇപ്പോൾ വണ്ടികൾക്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ NMC ആണ്. അതില് വേറെ LMO എന്ന് പറയുന്ന എന്റെ ഫുൾ ഫോം എനിക്ക് മറന്നുപോയി. മാഗ്നീഷ്യസ് ഓക്സൈഡ് ഒക്കെയാണ്. NMC ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. LFP ഓർ NMC ഇത് രണ്ടുമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ഫാമിലിയിലുള്ള ബാറ്ററികൾ. അതായത് അണ്ടർ ലിഥിയം അയോൺ there are two commonly used batteries, NMC and LFP. LFP എന്ന് വെച്ചാൽ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണ്. NMC നിക്കൽ മാംഗനീസ് കോബോൾട്ട്. രണ്ടിനും രണ്ട് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. NMCയില് ഇപ്പൊ ചെറിയ വണ്ടികൾ 2 വീലറിലൊക്കെ NMC ആണ് നല്ലത്. കാരണം ഇത് ചെറിയ കപ്പാസിറ്റി ബാറ്ററി മതി 2 വീലറിന്. പക്ഷെ ഡിസ്ചാർജ് കറണ്ട് വളരെ കൂടുതലായിരിക്കും. അതേസമയം ഇതിന്റെ ലൈഫ് സൈക്കിൾ കുറവാണ്. അതായത് വാറണ്ടി നോക്കിയാൽ അറിയാം. NMC ഉപയോഗിച്ചിട്ടുള്ള ലിഥിയം അയോൺ ബാറ്ററി ആണെങ്കിൽ പോലും വാറണ്ടി 2 വർഷമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ മാക്സിമം. പക്ഷെ LFP ബാറ്ററി ആകുമ്പോൾ 3 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ലൈഫ് സൈക്കിൾ LFP കൂടുതൽ. NMC രണ്ടും ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ്. ബട്ട് NMC കെമിസ്ട്രി ആണെങ്കിൽ ലൈഫ് കുറവാണ്. ഏകദേശം SMF ബാറ്ററിയുടെ അത്രയും തന്നെ ലൈഫേ കിട്ടും. പക്ഷെ ഹൈ ഡിസ്ചാർജ് കറണ്ട് എടുക്കുന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയിലെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ടല്ലോ, അതുപോലെ ലിഥിയം ബാറ്ററിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ഇവിടെ അങ്ങനെ വളരെ എടുത്തു പറയാനെന്നുള്ള വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അത് ഓൾറെഡി അത് ആയിട്ടുള്ള ഒരു ചെറിയ യൂസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സെല്ലിൽ ഓരോ സെല്ലിലും ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കമ്പാരിറ്റീവ്ലി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസസ് പുറത്തേക്ക് വിടുന്നു. എനിക്ക് തോന്നുന്നു രണ്ടാണ് കേൾക്കുന്നില്ല. ലെഡ് ആസിഡ് ബാറ്ററിയിലുള്ളത് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഹൈഡ്രജൻ കണ്ടന്റ് ലിഥിയം ബാറ്ററിയിലില്ല. അതാണ് ഇതിന്റെ കാരണം. പിന്നെ സാർ നേരത്തെ പറഞ്ഞ നിക്കൽ വേറെയും ബാറ്ററി ഉണ്ട്, നിക്കൽ കാഡ്മിയം ബാറ്ററി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് പേര് മാറുകയാണ്. ലിഥിയം അയോൺ ഉണ്ട്, നിക്കൽ കാഡ്മിയം ഉണ്ട്, അതുപോലെ അതിന്റെ ഇലക്ട്രോലൈറ്റും മാറും. നിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽവർ സിങ്ക് ബാറ്ററി ഉണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് സിൽവറും നെഗറ്റീവ് പ്ലേറ്റ് സിങ്കും ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതിന്റെ ഇലക്ട്രോലൈറ്റ്. നമ്മൾ ഇവിടെ ഇല്ല, റഷ്യൻ ബാറ്ററി ആണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 45 ബാറ്ററി 1200 ആംപിയറിന്റെ റിക്വയർമെന്റ് ഉള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞതാണ്. അതാണ് ഇല്ല ലിഥിയം ബാറ്ററി. ക്ലോസ്ഡ് ആയപ്പോ കുഴപ്പമില്ലല്ലേ? ജസ്റ്റ് ഓപ്പൺ ആയിരിക്കണോ? ഹലോ, ബാറ്ററി ഇരിക്കുന്ന ക്ലോസ്ഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ബാറ്ററി ഇരിക്കുന്ന ഫ്യൂം നമുക്ക് അതിന്റെ ഫ്യൂംസ് ഉണ്ടാവും. അത് അവിടുത്തെ തണ്ണി നിൽക്കും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. പിന്നെ ടെമ്പറേച്ചർ കൂടാതെ സൂക്ഷിക്കണ്ടേ? അപ്പൊ അതിന് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് വേണ്ടത്. അതേസമയം പൊടിപടലങ്ങൾ ഉള്ളിൽ വരാത്ത രീതിയിലായിരിക്കണം. നമുക്ക് കാണാം ടെർമിനലിന്റെ മുകളിലൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ആയി പൊടി വന്നിട്ട് അടിഞ്ഞു കൂടും. നമ്മൾ ഗ്രീസ് ഒരിക്കൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രീസും പൊടിയും കൂടെ കലർന്ന ഒരു ചെളി രൂപത്തിലാവും. നമ്മൾ എപ്പോഴെങ്കിലും ഇതിന്റെ വെന്റ് പ്ലഗ് അടിച്ച് ഇലക്ട്രോലൈറ്റ് ലെവൽ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ പൊടികൾ അകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാറ്ററി എന്ന് പറഞ്ഞാൽ പ്യൂർലി കെമിക്കൽ ആക്ഷൻ ആണ്. അതിനകത്ത് ഫോറിൻ മെറ്റീരിയൽസ് എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ എഫിഷ്യൻസിയെ ബാധിക്കും. അപ്പം ചൂട് കൂടാതിരിക്കാൻ വേണ്ടി നമുക്ക് വെന്റിലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങൾ വേണം. ബാറ്ററി ചാർജ് റൂം ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഫുള്ളി വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. അതേസമയം ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് പൊടിപടലങ്ങളൊന്നും വീഴാതെ സൂക്ഷിക്കണം. ആവശ്യം. സർ, ഇത് സൂപ്പർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇൻസ്റ്റെഡ് ഓഫ് ബാറ്ററി? ഓർ along with battery നമുക്ക് സൂപ്പർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാം? ഫ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് പറയാം.
എന്നോടാണോ ചോദ്യം? അതെ 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 അതെ. ഒന്നുകൂടെ പറയാമോ? ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സ് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ അലോങ് വിത്ത് ബാറ്ററീസ്? ബാറ്ററി യൂസ് ചെയ്യുന്നതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് പഴയ ബാറ്ററി ആണെങ്കിൽ ലോഡ് കൊടുക്കുമ്പോഴേക്കും ബാറ്ററി ഡൗൺ ആവും, വോൾട്ടേജ് കുറയും. അപ്പോൾ ഒന്ന് 12 വോൾട്ടും ഒന്ന് 10 വോൾട്ടും ആണ് ഉള്ളതെങ്കിൽ ഈ 12 വോൾട്ടിൽ നിന്ന് 10 വോൾട്ടിലേക്കുള്ള ഒരു ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ഇന്റേണൽ കാര്യങ്ങൾ നടക്കും, ഇന്റേണൽ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കും. അപ്പോൾ അത് നമ്മുടെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം ഒരു സെറ്റ് ഒന്നായിട്ട് മാറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇല്ലെങ്കിലും അതിന്റെ ഔട്ട്പുട്ട് കുറയുന്നേ ഉള്ളൂ. നമുക്ക് എക്കണോമിക്കലായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി പോയി, അങ്ങനെയാണെങ്കിൽ ആ ഒരു ബാറ്ററി മാറ്റാം. പക്ഷെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ബാറ്ററിയുടെ അതേ എഫിഷ്യൻസി നമുക്ക് കിട്ടില്ല. ബാറ്ററിയുടെ പഴയ ബാറ്ററി നമ്മളിപ്പോ വോൾട്ടേജ് കാണിക്കും, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് കാണിക്കും. ലോഡ് കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ തനി നിറം അറിയാം. അപ്പോൾ 12 ഒരു പുതിയ ബാറ്ററിയും എടുക്കുക, ഒരു പഴയ ബാറ്ററി എടുക്കുക, രണ്ടും നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരേ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ബാറ്ററി പെട്ടെന്ന് തന്നെ വോൾട്ടേജ് ഡൗൺ ആവും, താഴോട്ട് പോകും. നമ്മൾ ഒരു പ്രായമുള്ള ഒരാളുടെയും ഒരു യുവാവിന്റെയും തലയിൽ നമ്മൾ 50 കിലോ വെയിറ്റ് എടുത്ത് കൊടുക്കുന്ന പോലെയാണ്. 50 കിലോ കപ്പാസിറ്റി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ ഈ പ്രായമുള്ള ആൾ ഒന്ന് വളഞ്ഞു പോകും, അയാളുടെ ഹൈറ്റ് ലേശം ഒന്ന് കുറയും. മറ്റേ ആള് ആ 50 കിലോ അപ്പോഴും എടുത്തു നിൽക്കും. അതാണ് എന്റെ വ്യത്യാസം ഉണ്ടാവുക. സാറേ, ബാറ്ററി ബാക്കപ്പിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ടൊന്നുകൂടെ പറയാൻ പറ്റുമോ? അത് നമുക്ക് ഡിസൈനിലേക്ക് പോകേണ്ടി വരും. അതായത് ഞാൻ ചുരുക്കിയിട്ട് പറയാം. നമുക്കിപ്പോൾ ഏറ്റവും ആദ്യം ലോഡാണ് അല്ലേ, നമുക്കൊരു 3000 യൂണിറ്റ് 300 യൂണിറ്റ് ഒരു ദിവസം ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. 300 യൂണിറ്റ് ആവണമെങ്കിൽ നമ്മൾ അതിനെ എത്ര 300 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 300 അല്ലെങ്കിൽ 30 കിലോ വാട്ട് അവർ അല്ലേ. 30 കിലോ വാട്ട് അവറിന് എത്ര സൂട്ടബിൾ ആയിട്ടുള്ള UPS ഇൻവെർട്ടർ വേണമെന്നാണ് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കിലോ വാട്ട് അവറിനെ അവർ കൊണ്ട് 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം പവർ കിട്ടും. അപ്പോൾ മാക്സിമം പവർ വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പം 30 പോട്ടെ, ഞാൻ ജസ്റ്റ് റൗണ്ട് ആയിട്ട് പറയാം. നമുക്ക് ചെറിയ ഇൻവെർട്ടറിലേക്ക് പോകാം. ഒരു 1 കിലോ വാട്ട് 1 kVA ഇൻവെർട്ടർ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോ. 1 kVA ഇൻവെർട്ടർ ആവശ്യമുണ്ട്. ഒരു 300 വാട്ട് അവർ യൂണിറ്റ് നമ്മൾ പ്രതിദിനം 300 വാട്ട് അവറിന് എനർജി കൺസംഷൻ ഉണ്ട്. അപ്പം ഇൻവെർട്ടർ 300 വാട്ട് അവർ തരണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് 300 വാട്ട് അവർ പോരാ, ഇൻവെർട്ടറിന് ഒരു ലോസ് ഉണ്ടാവും. അപ്പൊ ആ ലോസും കൂടെ അതിനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ 0.90% എഫിഷ്യൻസി അസ്യൂം ചെയ്യുകയാണെങ്കിൽ 300/90.9. അപ്പൊ ഒരു ജസ്റ്റ് ഒരു കണക്ക് പറയാം, 350 വാട്ട് അവർ വേണം എന്ന് വിചാരിച്ചോളൂ. ഈ 350 വാട്ട് അവർ ആരാണ് കൊടുക്കേണ്ടത്? ഇൻവെർട്ടറിന്, ബാറ്ററി. അപ്പം ബാറ്ററിയുടെ ഔട്ട്പുട്ട് 350 വാട്ട് അവർ വരണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 350 വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ 350 ഇൻറ്റു V ഇൻറ്റു I ഇൻറ്റു H ആണ് വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ. വാട്ട് എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I ആണ്, വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I ഇൻറ്റു H. അപ്പോൾ അതിൽ V മാറ്റിയാൽ എന്ത് കിട്ടും? IH കിട്ടുമല്ലോ. IH എന്ന് പറഞ്ഞാൽ AH. അപ്പോൾ നമ്മളെ സിസ്റ്റം വോൾട്ടേജ് 12 വോൾട്ടിന്റെ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സിസ്റ്റം വോൾട്ടേജ് നമ്മുടെ സിസ്റ്റത്തിന് 12 വോൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 1 കിലോ വാട്ടിന് താഴെയാണ് സിസ്റ്റം എങ്കിൽ നമുക്ക് അതിന് വേണ്ടത് ഒരു 12 വോൾട്ടാണ് സിസ്റ്റം വോൾട്ടേജ്. അപ്പൊ 350/12 എടുക്കുക, അല്ലെങ്കിൽ 360 ആണെന്ന് വെച്ചാൽ 360/12 36/12 3. അപ്പം 360/12 എത്രയാണ്? 12 3 30 അല്ലേ. അപ്പൊ 30 AH ബാറ്ററി വേണം. ഇങ്ങനെയാണ് നമ്മൾ AH കണക്കാക്കുന്നത്. അപ്പം ഇനി ബാറ്ററി 30 AH തരണം എന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ഇൻവെർട്ടറിന് നിങ്ങൾക്ക് 30 വാട്ട് അവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ഔട്ട്പുട്ട് അത് കിട്ടണമെങ്കിൽ ബാറ്ററി കുറച്ചും കൂടെ വലിയ ബാറ്ററി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡെപ്ത് ഓഫ് DOD നമ്മളിപ്പം നേരത്തെ ഡിസ്കസ് ചെയ്തു. 100 AH ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും 100 AH കിട്ടില്ല. അപ്പോൾ അതിന്റെ ബാറ്ററിയുടെ മാനുഫാക്ചറർ പറഞ്ഞ DOD പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് ഇപ്പോൾ 100 AH ബാറ്ററി എന്ന് വിചാരിച്ചോളൂ. 100 AH ആണ് ഡിവൈഡഡ് ബൈ 0.6. ഏതാണ് 0.6? നമ്മുടെ DOD. ഓക്കെ, ഇൻറ്റു എത്രയാണോ ദിവസത്തേക്ക് നമുക്ക് വേണം. ഒരു ദിവസത്തേക്കാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 1, 2 ദിവസത്തേക്കാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പം ബാറ്ററി ഒരു ദിവസം വേണ്ട ബാക്കപ്പ് വേണ്ട, 2 ദിവസമാണ് ബാക്കപ്പ് വേണ്ടെങ്കിൽ ബാറ്ററിയുടെ എണ്ണം ഡബിൾ ആയി. ഇനി ബാറ്ററിക്ക് ഒരു എഫിഷ്യൻസി ഉണ്ട്. ബാറ്ററി ഓഫ് കോഴ്സ്
ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ഇലക്ട്രിക്കൽ എനർജി എടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിലും അത് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആയി വീണ്ടും ഇലക്ട്രിക്കൽ എനർജി ആവുകയാണ്. ഏതൊരു സിസ്റ്റത്തിനും ലോസ് ഉണ്ടാവും. ബാറ്ററിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. കുറെ എനർജി ചൂട് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അതിനെ വീണ്ടും നമ്മളൊരു 0.85 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. സോറി. അപ്പൊ ഞാൻ ഇനി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു തിയററ്റിക്കൽ നമ്മുടെ ഓഫ് ഗ്രിഡിന്റെ ഫുൾ ഡിസൈൻ നമ്മുടെ ലോഡ് മുതൽ പാനൽ വരെയുള്ള എനിക്കറിയാവുന്ന ഒരു തിയറി പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, കണ്ണൻ സാർ അനുവദിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും. പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ PPT ഇല്ലാതെ പറയുമ്പോൾ മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ വളരെ സന്തോഷമേ ഉള്ളൂ. അതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിയറിയാണ് എടുക്കുക. വൈശ്വരൻ സാറിനെ പോലുള്ള ആളുകളുണ്ട്, അവർക്ക് ഇതിനകത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതിനകത്ത് വീണ്ടും ചില കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടാവും. തിയറിറ്റിക്കലി ബേസിക്കലി ഓഫ് ഗ്രിഡിന്റെ ഡിസൈനും ഓൺ ഗ്രിഡ് ഡിസൈനും എൻ്റെ കയ്യിലുണ്ട്, PPT ഉണ്ട്. എപ്പോഴെങ്കിലും സാർ സമയം തരാണ് ഞാനത് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞുതരാം. പക്ഷെ അതിൽ തെറ്റുകൾ വരാം. ആ തെറ്റുകൾ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നവർക്കാണ് അതിന്റെ കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ബേസിക്കലി ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള വ്യത്യാസം, ഓഫ് ഗ്രിഡിന് നമ്മൾ ഒരിക്കലും ഒരുപാട് ബാറ്ററി നമ്മുടെ അടുത്ത് കാശുണ്ടെന്ന് കരുതി ഒരുപാട് വലിയ ബാറ്ററി വെച്ചിട്ട് കാര്യമില്ല, ഒരുപാട് വലിയ പാനൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു വീട്ടിലത്തെ ആവശ്യത്തിന് മാത്രമാണത്. ആ ആവശ്യത്തിന് നമുക്കിപ്പം വീട്ടിൽ ഒരു പശുവിനെ വാങ്ങാം, പശുവിനെ നമ്മുടെ പാല് ചായക്കൊക്കെ ഉള്ള നമ്മളൊരു പശുവിനെ വളർത്തിയാൽ മതി. അതേസമയം നമുക്കതൊരു ബിസിനസ് ആയിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് 100 പശുവിനെ വളർത്താം. പക്ഷെ ആല വലുതാക്കണം, തൊഴുത്ത് വലുതാക്കണം, മറ്റു കാര്യങ്ങൾ വലുതാക്കണം. അപ്പോൾ അതാണ് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മാത്രമാണ് നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ആവറേജ് കൺസപ്ഷൻ എത്രയാണ്, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ ലൈറ്റ് പോയിന്റുകളും ഫാൻ പോയിന്റുകളും കൂടെ കൂട്ടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിയിട്ട് അതിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമുക്ക് ആവറേജ് എനർജി കിട്ടും. അതും കൂടാതെ വീണ്ടും ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ലോഡ് കൂടുതലും റേഡിയേഷൻ കുറവും വരുന്ന മാസം ഉണ്ടാവാം, ലോഡ് കുറവും റേഡിയേഷൻ കൂടുതലും വരുന്ന മാസം ഉണ്ടാവാം. ഓക്കെ, ഇപ്പൊ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ നല്ല പീക്ക് സമയമാണ്, ഹൈ ഔട്ട്പുട്ട് കിട്ടും. ആ സമയത്ത് ലോഡും കൂടുതലാണ്. ഫെബ്രുവരി മാസം ആകുമ്പോൾ ലോഡ് കുറയുന്നു. അപ്പൊ നമുക്ക് തണുപ്പൊക്കെയാണ്, അവിടെ നമുക്ക് ഹീറ്ററൊക്കെ കൂടുമ്പോൾ ലോഡിന്റെ റിക്വയർമെന്റ് കൂടും. അപ്പൊ നോക്കണം, നമ്മളെ ക്രിട്ടിക്കൽ മന്ത് എന്ന് പറയാ. ക്രിട്ടിക്കൽ മന്ത് എന്ന് പറഞ്ഞാൽ ഏത് മാസത്തിലാണ് നമുക്ക് കൂടുതൽ പവർ കൺസംഷൻ വരുന്നത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എക്സാക്ട്ലി ആയിട്ട് പോകണമെങ്കിൽ ആ മാസം തന്നെ നമുക്ക് ആവറേജ് കണ്ടിട്ട് അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം. പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ദിവസത്തെ നമ്മുടെ ലോഡ് റിക്വയർമെന്റ് എത്ര, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി പകുതി കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള UPS ഇൻവെർട്ടർ, അതിനനുസരിച്ചുള്ള ബാറ്ററി, അതിനനുസരിച്ചുള്ള പാനൽ. ഓക്കെ, അപ്പം ഇതിനൊക്കെ എല്ലാത്തിലും ലോസ് ഉണ്ട്. നമുക്ക് അറിയാം, നമ്മളൊരു 1 കിലോ ചിക്കൻ വാങ്ങിയാല് ചിക്കൻ മീറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ആ 1 കിലോ മുഴുവനായിട്ട് കഴിക്കാം. 1 കിലോ ബേർഡാണ് വാങ്ങുന്നതെങ്കിൽ ബേർഡിനകത്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം പോയി 700 ഗ്രാമേ മാംസമേ നമുക്ക് അതിനൊന്ന് കിട്ടുള്ളൂ. അതേപോലെ ബാറ്ററി നമ്മുടെ UPS ഇൻവെർട്ടറിനകത്ത് നിന്ന് നമുക്ക് 1 kVA കിട്ടണമെന്നുണ്ടെങ്കിൽ 1.2 kVA എങ്കിലും കൊടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ അപ്പൊ ബാക്കോട്ട് നമ്മൾ പോകണം. അപ്പോൾ എക്സാക്ട് റിക്വയർമെന്റ് അല്ല, അതിന്റെ കൂടെ നമുക്ക് വരുന്ന ലോസും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് പോകുന്നത്. അപ്പം ലോഡ് കഴിഞ്ഞാൽ ഇൻവെർട്ടർ കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് കൊടുക്കേണ്ട ബാറ്ററി എന്നാൽ ബാറ്ററിക്ക് സപ്ലൈ തരേണ്ട നമ്മുടെ സോളാർ പാനൽ. ഇതാണ് ഓഫ് ഗ്രിഡ്. ഓൺ ഗ്രിഡിൽ നമുക്ക് ഇതൊന്നും നോക്കാനില്ല. ഓൺ ഗ്രിഡിൽ നമ്മുടെ എത്ര സ്പേസ് നമുക്കുണ്ട്, ഷെയ്ഡ് ഓഫ് ഫ്രീ സ്പേസ് നമുക്ക് എത്ര ഉണ്ട്, എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അത് നമ്മളൊരു വാട്ടർ ടാങ്ക് ഇല്ലാതെ കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കുന്ന പോലെ ഒരു സംഭവമാണ്. അതേ സമയത്ത് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ്, വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ആവശ്യം അനുസരിച്ചുള്ള ഒരു ടാങ്കാണ് നമ്മൾ കെട്ടുക. ആ ടാങ്കിലേക്ക് വെള്ളം വേണ്ട മോട്ടറിന്റെ കപ്പാസിറ്റി മതി നമ്മുടെ കിണറിന്റെ മോട്ടറിന്. കാരണം നമ്മൾ ഡെയിലി മോട്ടർ അടിക്കുന്നുണ്ട്, ഡെയിലി വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം വലിയൊരു മോട്ടർ വെച്ചിട്ട് 1 HP ഓരോ 5 HP വെച്ചിട്ട് കാര്യമില്ല. ഈ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും വെള്ളം? ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ബാറ്ററിയുടെ ഡിസൈൻ അങ്ങനെയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. താങ്ക് യു. രാജൻ സാർ, ഒരു സംശയം. ഈ ലെഡ് ആസിഡ് ബാറ്ററിയിലെ കുറച്ച് 2-3 വർഷം കഴിയുമ്പോൾ സൾഫേഷൻ അടിയാറുണ്ട്. അപ്പൊ അത് അടിയായിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാർ. നമുക്ക് കണ്ടിന്യൂ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്നുണ്ട്, നമ്മൾ ഉറപ്പ് വരുത്തണം. ലെഡ് പെറോക്സൈഡ് എന്ന് പറയുന്ന കട്ടിയില്ലാത്തൊരു മെറ്റീരിയല് ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സിമെന്റിന്റെ ഫോമിലേക്കാണ് അത് പോകുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വീട് പ്ലാസ്റ്റർ ചെയ്യാണ് അല്ലെ കോൺക്രീറ്റ് ചെയ്യാണ്, നമ്മൾ സിമെന്റ് എടുക്കും, വെള്ളം ഒഴിക്കും, മണലെടുക്കും, അത് മിക്സ് ചെയ്യും. അത് ഉറച്ച് കട്ടിയാകുന്നതിന് മുമ്പ് നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ച് വൈകുന്നേരം വന്നിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞ് പോയാൽ നമ്മൾ എടുത്ത് ഉണ്ടാക്കിയ സ്ഥലത്തുനിന്ന് നമുക്ക് ആ കോൺക്രീറ്റ് എടുത്ത് മാറ്റാൻ പറ്റില്ല. അത്രയും അത് സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഈ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നതും അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞ പോലെ ചാർജിങ് എന്ന് പറഞ്ഞാൽ ബാറ്ററിക്കകത്തുള്ള ലെഡ് സൾഫേറ്റ് ലെഡ് പെറോക്സൈഡ് മാറും. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ലെഡ് പെറോക്സൈഡ് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ലെഡ് സൾഫേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് കണ്ടീഷനിൽ ഇട്ടു, ചാർജിങ് നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ ആ ബാറ്ററിയുടെ പ്ലേറ്റ് പെർമനന്റ് സൾഫേറ്റ് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പം ചാർജിങ് ഡിസ്ചാർജ് നടക്കാത്തതുകൊണ്ടായിരിക്കും സാർ അത് സംഭവിക്കുന്നത്. അതെ അതെ, കറക്റ്റ് പ്രോപ്പർ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കാത്തതുകൊണ്ടാണ്. അത് പതുക്കെ പതുക്കെ ടെർമിനലിലേക്ക് എത്തും. ടെർമിനലിന്റെ മുകളിൽ ആദ്യം ഒരു വെളുത്ത പൊടിയായിട്ട് അത് അടിഞ്ഞു കൂടും. വെളുത്ത പൊടി പിന്നെ ഒരു സിമെന്റഡ് ഫോമിലായിട്ട് അത് ഉറച്ച് കട്ടിയാവും. അതിനർത്ഥം ടെർമിനൽ അടക്കം ദ്രവിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ സാറേ ഒരു ബാറ്ററി ഇതില് ഈ ബാറ്ററി വാട്ടർ അവർ ശ്രദ്ധിക്കാഞ്ഞിട്ട് ബാറ്ററി വാട്ടർ ഫുള്ള് ഇറങ്ങിപ്പോയി. അതിന് ഞങ്ങൾ അതിനകത്ത് ആസിഡ് വാട്ടർ ഒഴിച്ചു, എന്നിട്ട് ഇതുപോലെ ബൂസ്റ്റ് ചാർജ് ചെയ്തു. ബൂസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം 5 സെല്ലില് 5 മറ്റേ ഗ്രാവിറ്റിയിൽ ഓക്കെയാണ്, ഗ്രാവിറ്റി 1.2 ഒക്കെ എത്തി. പക്ഷെ ഒരു സെല്ലിൽ മാത്രം അതിന്റെ ഗ്രാവിറ്റി കയറിയില്ല. അതിന് നമുക്ക് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല സാർ, ഇല്ല. അത് പിന്നെ ഒരു അറ്റകൈ പ്രയോഗമുണ്ട്. നമ്മൾ ആ ഒരു സെല്ല് ഇളക്കിയെടുക്കുക, ആ സെല്ലിനെ ഇളക്കിയെടുത്തിട്ട് അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് പുറത്ത് കളയാം. എന്നിട്ട് 1.240 സ്പെസിഗ്രാവിറ്റി ഉള്ള അല്ലെങ്കിൽ 1.260 സ്പെസിഗ്രാവിറ്റി ഉള്ള ആസിഡ് നിറയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന പോലെ ഷേക്ക് ചെയ്ത് അങ്ങനെ 2-3 തവണ നമ്മൾ അത് പുറത്തെടുക്കണം. അപ്പൊ നമ്മൾ അത് സെഡിമെന്റേഷൻ എന്നൊരു പ്രോബ്ലം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഈ ആക്റ്റീവ് മെറ്റീരിയൽ ലെഡ് പെറോക്സൈഡ് അത് പൊടിഞ്ഞ് താഴെ വന്ന് കിടക്കുകയാണ്. ആ പ്ലേറ്റിനകത്ത് പൊടി പോയിട്ടുണ്ട്. അപ്പൊ അതാണ് എന്റെ വിഷയം. അപ്പൊ ആ പൊടികൾ മുഴുവൻ നമ്മൾ പാത്രം കഴുകുന്ന പോലെ പുറത്ത് കളഞ്ഞിട്ട് ഉള്ള പ്ലേറ്റ് വെച്ചിട്ട് പിന്നെ ഫ്രഷ് ലെഡ് സൾഫ്യൂരിക് ആസിഡ് നിറച്ചിട്ട് ഒന്നുകൂടെ ചാർജ് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ എത്രത്തോളം അതിന്റെ ആക്റ്റീവ് മെറ്റീരിയൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അനുസരിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നെറ്റ് പോലുള്ള ഒരു ഷീറ്റാണ്. ആ ഷീറ്റിനകത്ത് പൊടി പേസ്റ്റ് ഫോമിലാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് പ്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ചൂട് കൂടി നമ്മുടെ റേറ്റിങ്ങിന് എപ്പോഴെങ്കിലും ചാർജിങ് റേറ്റ് കൂടിപ്പോയി അല്ലെങ്കിൽ ഡിസ്ചാർജ് റേറ്റ് കൂടിപ്പോയി, ചൂട് കൂടി വളഞ്ഞു, പൊടികൾ മുഴുവൻ താഴോട്ട് പോയി ഷോർട്ടായി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ആ ഒരു സെല്ല് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആവാം സാറേ. അതായത് നമ്മളെ പ്രോപ്പറായിട്ട് ഇലക്ട്രോലൈറ്റ് നടന്നില്ല, ഇലക്ട്രോലൈറ്റ് എന്തെങ്കിലും ബ്ലോക്കായി ഇലക്ട്രോലൈറ്റിന്റെ ഒരു മൂവ്മെന്റ് അതിനകത്തില്ല, ബ്ലോക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേറ്റിന്റെ മാനുഫാക്ചറിങ് ഡിഫക്ട്, അതുകൊണ്ടാണ് ആ സെല്ല് പോണത്. എത്രയായാലും നമുക്ക് അതിന്റെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പ്രയാസമാവും. അതുപോലെ തന്നെ സാറേ ചിലത് സ്പെസിഫിക് ഗ്രാവിറ്റി ശരിക്കും 1.2 ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവാറുണ്ട്. അതിന് എന്തുകൊണ്ടായിരിക്കും ആ പ്രശ്നം? ഇല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി വോൾട്ടേജ് പറഞ്ഞാൽ സമ്മതിക്കാം. വോൾട്ടേജ് നമ്മൾ ചിലപ്പോൾ ഫുൾ വോൾട്ടേജ് കാണിക്കും. കഴിഞ്ഞിട്ടാണ് ഒരു 4 വർഷത്തിന് ഗ്രാവിറ്റി ആണ് ബാറ്ററിയുടെ ഹെൽത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ലോഡ് കൂടുമ്പോൾ പ്ലേറ്റിന്റെ കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നുണ്ടാവുക. ആക്റ്റീവ് മെറ്റീരിയൽ നഷ്ടപ്പെട്ടു പോകും. ബാറ്ററിയുടെ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ലെഡ് പെറോക്സൈഡ് പൊടിഞ്ഞു താഴെ പോയിട്ടുണ്ടാവും, അതുകൊണ്ടാവാൻ ചാൻസ്. അതുപോലെ കറുത്ത ഒരു പൊടി പോലെ വരാറുണ്ട്. അത് വരുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് നാശാവാറുണ്ട്. ബാറ്ററി ഉള്ളിലൊരു കറുത്ത കളറ് വരാറുണ്ട് ബാറ്ററിയുടെ. എവിടെ? ബാറ്ററിയുടെ ഉള്ളിലായിട്ട് നമ്മുടെ ആസിഡ് വാട്ടർ ഒക്കെ ഉള്ള ആ സ്ഥലത്ത് തന്നെ ഈ പ്ലേറ്റിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കറുത്ത ഒരു കളറിൽ വന്നു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് നാശാവാറുണ്ട്. പൊടികൾ വന്ന് അടിഞ്ഞു പോകുന്നത് അല്ലേ? ഉള്ളിലല്ലേ? ഉള്ളിൽ അത് ആ പൊടി പ്ലേറ്റിനകത്ത് വരുന്ന പൊടിയാണ്. അതാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്ന ഫാൾട്ട്. അതാണ് ആ പൊടികൾ പുറത്തേക്ക് വരികയാണ്. അപ്പൊ അതിന് വീണ്ടും കെമിക്കൽ റിയാക്ഷൻ അതിന് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ സംഭവം. ഇപ്പം ബാറ്ററിയുടെ ലൈഫ് പറയുന്നതാണ്. കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ബക്ലിംഗ് ഉണ്ട്, ബാറ്ററിയുടെ പൊടി ആ നെറ്റ് പോലെ ആയിപ്പോയി പൊടി. നമുക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാറ്ററിക്ക് ഒരു ലോഡ് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം വോൾട്ടേജ് ഡൗൺ ആവും. ബാറ്ററി ഹെവി ഡിസ്ചാർജ് സെൽ ടെസ്റ്റ് എന്നൊരു സംഭവം ഉണ്ട്. ബാറ്ററിയെ നമുക്ക് ഫുള്ളി ചാർജ് ചെയ്തതിനു ശേഷം ഈ ടെസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പൊ അതിനകത്ത് 12 വോൾട്ട് ബാറ്ററി ആണല്ലോ. അപ്പൊ അത് 10.8 താഴ്ത്തി 10.8 പോകുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി പോയാണ് പെർമനന്റ് ആയിട്ട് പോകും.
അല്ലാന്നുണ്ടെങ്കിൽ 10.8 മേലെ 11 വോൾട്ടിൽ മേലെ ഉണ്ടെങ്കിൽ ആ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ആ ടെസ്റ്റിൽ തന്നെ 3 ലൈറ്റ് ഉണ്ട്, റെഡ്, ഗ്രീന്, യെല്ലോ. അപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ബാറ്ററി ഓക്കെ ആണ്, യെല്ലോ ആണെങ്കിൽ യു ക്യാൻ ചാർജ് ആൻഡ് സേവ് ദ ബാറ്ററി, റെഡ് പിന്നെ ആ ബാറ്ററിയെ കുറിച്ച് നോക്കട്ടെ. അതാണ് അതിന്റെ. താങ്ക് യു സർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ പ്രയോജനകരമായിരുന്നു. കാരണം പുതിയൊരു ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ആളുകൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് ലിഥിയം ബാറ്ററിയുടെ പ്രത്യേകതകൾ, അതേപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ബാറ്ററിയുടെ കാര്യങ്ങൾ. ഇതിൽ പങ്കെടുത്ത കുറച്ച് ആളുകൾക്ക് കുറച്ച് കാര്യങ്ങളെ മനസ്സിലായി കാണുള്ളൂ. എന്നിരുന്നാലും നമ്മളിതൊരു പലതവണ നമ്മളിത് പഠിച്ചെങ്കിൽ മാത്രമേ ബാറ്ററിയുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ സെൻഡ് ചെയ്ത് തരാം. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക്സ് സാർ, അതിന് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിന്റെ വർക്ക് ഫംഗ്ഷൻ അതേപോലെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു തന്നു. രാജ് സാറിന് നന്ദി. ഇനി രാജ് സാർ പറഞ്ഞ പോലെ നമുക്ക് ഓഫ് ഗ്രിഡിന്റെ ഒരു നല്ലൊരു ക്ലാസ് ചെയ്ത് വെക്കാം. നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ രാജ് സാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ വലിയൊരു ഇതാണ്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു ബെനിഫിറ്റും കൂടാതെയാണ്, അതായത് സാറിന്റെ സമയം നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത്. അതൊക്കെ ഒരു വളരെ പ്ലസ് പോയിന്റ് ആണ്. പിന്നെ മഹേശ്വർ സാറിന്റെ ക്ലാസ് അതൊരു നല്ലൊരു എഫക്റ്റീവ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അതിന്റെയൊക്കെ പ്രസന്റേഷനൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനിയൊരു അവസരത്തിൽ സാറിന് ഞാൻ ക്ഷണിക്കുന്നതാണ്. അപ്പൊ സാറിന് ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണം. കാരണം ഇവർക്ക് ലിഥിയം ബാറ്ററിയിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു ടൈമാണ്. അതിന് നമ്മൾ ഈ സോളാർ ഫീൽഡിലുള്ളവരെ നമ്മൾ ഇപ്പോഴേ വന്ന് പ്രിപ്പയർ ചെയ്യുവാണ്. നമ്മളിപ്പോൾ 2-3 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഗ്യാസിന് പകരമായിട്ട് ഇലക്ട്രിക്കൽ കുക്കർ, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് സോളാർ വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നിരുന്നു. അത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ പാർട്ടിനെയും ഡീലറെല്ലാം നമ്മളിവരെ കണക്ട് ചെയ്ത് കൊടുത്തു. അതിൽ 10ഓളം പേര് ഇപ്പോൾ അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 100-300 കിലോവാട്ടിന്റെ ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഏകദേശം നല്ലൊരു സ്മൂത്ത് ബിസിനസ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ബിസിനസ് മെത്തേഡ് പെട്രോളിനും ഡീസലിനും ഉള്ള ഉപയോഗിക്കുന്നത് നമ്മുടെ സോളാറിൽ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളൊരു മെത്തേഡ്സ് ആണ്. അത് അടുത്ത മാസം നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യും. ഒരു മാർച്ച് 1 അത് പ്രാക്ടിക്കൽ വേയിൽ കൊണ്ടുവരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും നല്ലോണം അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് സോളാർ വാട്ടർ. ഹലോ സാറേ, സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഇത് ഇലക്ട്രിക് ഗീസർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് എനർജി നഷ്ടമാവുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഹീറ്ററിന് പകരം വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സോളാർ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോളാർ ഇൻഡസ്ട്രിയിൽ ബാറ്ററി ആൻഡ് ഇൻവെർട്ടർ ഇൻഡസ്ട്രി മാത്രമല്ല, ആക്ച്വലി സോളാർ വാട്ടർ ഹീറ്റർ ഇൻഡസ്ട്രി ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതേ ടെക്നീഷ്യന്മാർക്കും ഇതേ ഇന്റഗ്രേറ്റേഴ്സിനും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ട്രെയിനിങ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങളുടെ കമ്പനിയിൽ നിന്നുള്ള എക്സ്പേർട്സ് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കാനും. സാറേ, സോളാർ ഇൻഡക്ഷൻ കുക്കറിന്റെ ഒരു ഡീലർഷിപ്പ് പോലെ തുടങ്ങാനായിട്ട് അങ്ങനെ വല്ല പരിപാടി പറ്റുമോ സാറേ? നിങ്ങൾക്ക് തന്നെ അതിന്റെ സോളാർ പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കും. അടുത്ത ആഴ്ച നമ്മള് ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓൺ ഗ്രിഡ് സോളാറിന്റെ ടെക്നിക്കൽ വശങ്ങളാണ്. അതിന്റെ അടുത്ത ആഴ്ച നമ്മൾ ഓൺ ഗ്രിഡ് അതിന്റെ ROI ഫോംസ് അതേപോലെ തന്നെ നെറ്റ് മീറ്റർ അതിന്റെ കാര്യങ്ങളാണ്.
അപ്പോൾ അടുത്ത ആഴ്ചയും നമുക്ക് ഇതേപോലെ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അനവധി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രത്യേകിച്ച് രാജ് സാറിനും അതുപോലെ തന്നെ രഞ്ജിത്തിനും അതുപോലെ സാറിനും നേരത്തെ നമുക്ക് വേണ്ടി സംസാരിച്ച ഒരു ആദ്യത്തെ 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ദയവ് ചെയ്ത് അതൊന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാണെങ്കിൽ കഴിഞ്ഞ ആദ്യത്തെ 2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ പേര് ജയശങ്കർ. അപ്പൊ എനിക്ക് 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം, വീഡിയോസ് അപ്പൊ നമ്പറിലോട്ട് മെസ്സേജ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. താങ്ക് യു.